ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. നേരായി വന്നിടുക വേറാരുമില്ല ഗതിയെന്ന് ഉള്ളിലഞ്ഞു പാടിയ ഋഷികുലത്തിൻ്റെ സൂര്യശോഭയായ ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാദപത്മങ്ങളിൽ പ്രണാമം. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം മാന്നാർ യൂണിയനിലെ ചെന്നിത്തല കിഴക്കേ വഴി പ്രഥമ ശ്രീനാരായണ കൺവെൻഷൻ്റെ 3-ാം ദിവസമായ ഇന്നതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗമായ ബഹുമാന്യായ ശ്രീ രാജേന്ദ്ര പ്രസാദ് അവർകൾ, സ്വാഗതം ആശംസിച്ച വനിതാ സംഘത്തിൻ്റെ ഏറെ ബഹുമാന്യായ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീമതി ലേഖ വിജയകുമാർ അവർകൾ, കൃതജ്ഞത അർപ്പിക്കുന്ന ശാഖായോഗത്തിൻ്റെ ബഹുമാനീയരായ സെക്രട്ടറി ശ്രീ സദാനന്ദൻ അവർകൾ, ഈ കൺവെൻഷന് ചുക്കാൻ പിടിക്കുന്ന മാന്നാർ യൂണിയൻ്റെ ഏറെ സ്നേഹബഹുമാനായ ശ്രീ അനിൽ പി ശ്രീരംഗം സാർ അവർകൾ, ജോയിൻറ്റ് കൺവീനർ ശ്രീമതി പുഷ്പ ശശികുമാർ അവർകൾ, സ്നേഹബഹുമാനായ ചെയർമാൻ ശ്രീ കെ എം ഹരിലാൽ സാർ അവർകൾ, ഈ ശാഖായോഗത്തിൻ്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ ശശിധരൻ സാർ അവർകൾ, വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ സാർ അവർകൾ, ശാഖായോഗത്തിൻ്റെ സെക്രട്ടറി ആർ സദാനന്ദൻ അവർകൾ, മേഖലയുടെ ബഹുമാനീയരായ ചെയർമാനും കൺവീനർ, മറ്റ് ശാഖായോഗത്തിൻ്റെ ബഹുമാനീയരായ പ്രവർത്തകർ, യൂണിയൻ്റെ യൂത്ത് മൂവ്മെൻറ്റ് കൺവീനർ, മറ്റ് യോഗത്തിൻ്റെയും മാന്നാർ യൂണിയൻ്റെയും ശാഖായോഗത്തിൻ്റെയും വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെൻറ്റെയും മറ്റ് ഇതര സംഘടനകളുടെയും ബഹുമാനീയരായ പ്രവർത്തകരെ, ഏറെ പ്രിയപ്പെട്ട ഗുരുപഥം ടി വിയുടെ അനീഷാനന്ദ് അവർകൾ, ഇന്നിവിടെ അറിവിൻ്റെ പ്രക്ഷാളനം ഗുരുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന സൂര്യസുഹൃതികളായ ഏറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഭഗവാന്റെ നാമത്തിൽ പ്രണാമം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ ധന്യ നിമിഷത്തിൽ ഇവിടെ നിൽക്കുന്നത്. ഈ ധന്യമായ വേദിയിൽ എനിക്ക് ഇവിടെ ഒരു അവസരം ഒരുക്കി തന്ന ഓരോരുത്തർക്കും ആദ്യം തന്നെ എനിക്ക് വലിയ അത്ഭുതത്തോടെയാണ് ഞാൻ അനിൽ പി ശ്രീരംഗം സാറ് എന്നെ ഇവിടെ ഒരു പ്രഭാഷണത്തിന് വരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്തു തന്നെ. അന്ന് തൊട്ട് ശരിക്കും ഞാനൊരു ഞാൻ വലിയ കൺവെൻഷനുകളിലൊന്നും പങ്കെടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഞാൻ കോട്ടയം യൂണിയൻ്റെ ഒരു ദർശന സംഗമം മറിയപ്പള്ളി ശാഖയിൽ കഴിഞ്ഞ മാസം നടന്നപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കൺവെൻഷനിൽ ആദ്യമായിട്ടാണ്, അതും നിങ്ങളുടെ പ്രഥമ കൺവെൻഷനിൽ എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഇത്രയും ചെറിയൊരു ശാഖയിൽ ഇത്ര പ്രൗഢഗംഭീരമായി ഒരു വലിയ സദസ്സും അതുപോലെ തന്നെ ഇത്രയും ഒരു പ്രയത്നത്തിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നതെന്ന് നോക്കിക്കാണുമ്പോൾ, വഴിയിൽ വന്നപ്പോൾ തന്നെ ഈ കൊടികളെല്ലാം കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. കാരണം ഇത്രയും നല്ലൊരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. പ്രത്യേകിച്ച് അനിൽ സാറിനെ എനിക്ക് നേരിട്ട് അറിയില്ലെങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായി ഈ മഹാഗുരുവിൻ്റെ ദർശനമൊക്കെ പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ ഗുരുദേവ ചരിതങ്ങൾ പഠിക്കുവാനും വായിക്കുവാനും ഒക്കെയുള്ള താല്പര്യം കൊണ്ട് പത്രത്തിലൊക്കെ എന്ത് വന്നാലും വാർത്തകൾ വായിക്കുവാനൊക്കെ താല്പര്യം കാണിക്കുമ്പോൾ അനിൽ സാറിൻ്റെ പേര് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഓരോരുത്തരും പ്രഭാഷണം പറയുമ്പോൾ സാറിനെക്കുറിച്ച് പറയുന്നത് കേട്ട് സാറിനെക്കുറിച്ച് അറിയാം. പക്ഷെ നേരിട്ട് ഇന്ന് കാണുന്നത് ആദ്യമായിട്ടാണ്. ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഈ ധന്യമായ
നിമിഷത്തിൽ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ നിൽക്കുവാൻ സാധിച്ചത് തന്നെ വലിയ ഭാഗ്യം. അതായത് മഹാഗുരുവിൻ്റെ ദർശനം കൊണ്ട് സമൂഹത്തിൽ ഒരു ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി, ഒരു പരിവർത്തനം ഉണ്ടാക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള കൺവെൻഷനുകൾ നടത്തുന്നത് ഏറെ പ്രയോജനകരം തന്നെയാണ്. അതിലുപരി ഞങ്ങളെപ്പോലെയുള്ള എളിയവർക്ക് ഇങ്ങനെയൊക്കെ വേദികൾ കിട്ടും. മഹാഗുരുവിനെ കുറിച്ച് അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ളത് കാരണം അത് കൂടുതലും അറിയിക്കുവാനുമുള്ള താല്പര്യമുള്ളത് ഇങ്ങനെയുള്ള വേദികളിലൂടെ ഞങ്ങൾക്ക് സാധ്യമാകുന്നതും സാറിനെ പോലെയുള്ള സാറിൻ്റെ കൂടെ ഇവിടെ ഓരോരുത്തരും അതുപോലെ തന്നെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊരു കൺവെൻഷൻ നടക്കുവാൻ സാധ്യമായത്. അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം സാറിനോട് പറഞ്ഞു തന്നത് നമ്മളുടെ ഗുരുപദൻ ടിവിയുടെ ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ അനീഷ് ആനന്ദ് അവറുകളാണ്. അനീഷിനെ ഞാൻ കഴിഞ്ഞ 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം കോട്ടയം യൂണിയനിൽ ഒരു പഠിതാവായിട്ട് ഇരിക്കുമ്പോൾ, ഇപ്പോഴും ഞാൻ അവിടുത്തെ പഠിതാവ് തന്നെയാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ പഠിതാക്കളുടെ ഒരു വീഡിയോ എടുക്കാൻ, അതായത് പ്രഭാഷണം പറയാൻ ആഗ്രഹമുള്ളവരുടെ വീഡിയോ എടുക്കാൻ അനീഷ് വരുമ്പോൾ അനീഷിനെ പരിചയപ്പെട്ടതാണ്. അന്ന് പേടിച്ച് കാണാതെ പഠിച്ച് ഒരു അരമണിക്കൂർ പറയുവാൻ സാധിച്ചപ്പോൾ അനീഷെ പേടിയാണ് എന്ന് പറയുമ്പോൾ അനീഷ് അന്ന് ചേച്ചി കുഴപ്പമില്ല, പറയാൻ പറ്റും അനീഷും അമ്പിളിയും, അനീഷിൻ്റെ പ്രിയതമ അമ്പിളിയും ചേർന്ന് അതിനൊരു പ്രചോദനം തന്നിട്ടുണ്ട്. അന്നും ഇന്നും ഈ 5-6 വർഷങ്ങളായിട്ടും അന്നും ഇത്ര വിനയത്തോടു കൂടി ഒരു പെരുമാറുന്ന വ്യക്തിത്വം അനീഷ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് എല്ലാവരുടെയും ഭവനങ്ങളിൽ എല്ലാവരുടെയും ഒരു മകനായിട്ടല്ലേ ഒരു സഹോദരനായിട്ട് അനീഷുണ്ട്. ഇപ്പം ദേ ലൈവായിട്ട് നമുക്ക് നേരിട്ട് തന്നെ പ്രഭാഷണം പറയുവാൻ അനീഷ് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയച്ച് ചോദിച്ചു, അനീഷ് വീഡിയോ എടുക്കാൻ ഇനി ആളെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വരാം, അനീഷ് ഇനിയിപ്പം ലൈവ് പ്രസൻറ്റ് ചെയ്യാൻ പോവല്ലേ എന്ന് ചോദിച്ചിരുന്നു. എന്തായാലും മഹാഗുരുവിൻ്റെ വലിയൊരു അനുഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കട്ടെ. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് അനീഷിനോട് ഏറെ നന്ദിയും, അതുപോലെ തന്നെ അനീഷിൻ്റെ വാക്കുകൾ കേട്ട് അനിൽ പി സാറും ഈ ശാഖായോഗത്തിൻ്റെ പ്രവർത്തകരും എല്ലാവരുടെയും സപ്പോർട്ട് കൂടി തന്നെ ആണ് ഇവിടെ എത്തി നിൽക്കുവാൻ സാധിച്ചത്. ഒരുപാട് നന്ദിയും സ്നേഹവും ആദ്യം തന്നെ അറിയിക്കുകയാണ്. എനിക്കിന്നിവിടെ കിട്ടിയിരിക്കുന്ന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മഹാഗുരുവിൻ്റെ ഏകലോക ദർശനമാണ്. ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുത്തതാണ്. കാരണം ഇന്നലെ ബഹുമാനനായ യോഗം കൗൺസിൽ മന്മഥൻ സാറ് പറഞ്ഞു, സാറിനൊരു വിഷയം കൊടുത്തത് കൊണ്ട് സാറിന് അതിൽ അധികരിച്ച് നിന്നുകൊണ്ട് സംസാരിക്കണം, നമുക്ക് വിഷയത്തിൽ നിന്ന് മാറിപ്പോകരുതല്ലോ എന്ന്. അത് കാരണം ഞാനിനി ഏകലോക ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും പറയില്ല ഞാൻ വിഷയം മാറിപ്പോയെന്ന്. കാരണം മഹാഗുരുവിൻ്റെ ദർശനമെല്ലാം ഏകലോകം ഐക്യമാണ്. ഗുരുവിൻ്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും ആ അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന യോഗനയനങ്ങൾ, ആ യോഗനയനങ്ങളിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ ആ യോഗനയനങ്ങൾ ആ മഹാഗുരുവിൻ്റെ ദീർഘവീക്ഷണം തന്നെയാണ്. വെറുതെ നമ്മൾ നോക്കുന്ന നയനങ്ങളല്ല മഹാഗുരുവിൻ്റെ യോഗനയനങ്ങൾ. അപ്പോൾ അങ്ങനെ മഹാഗുരുവിൻ്റെ ഏകലോക ദർശനം, എവിടെ ഗുരുവിൻ്റെ തിരുചരിതം എടുത്ത് നമ്മൾ വായിച്ചാലും പഠിച്ചാലും ഒക്കെ ഗുരുവിൻ്റെ ഏകലോക ദർശനം തന്നെയാണ്. ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഏകലോക ദൃഷ്ടാന്തം തന്നെ നമ്മൾക്കൊരു ഉദാഹരണമായിട്ട് തന്നെ ആദ്യം തുടങ്ങാം. നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഗാരി ഡേവിഡിനെ കുറിച്ച് അല്ലേ? ഒരു ഏകലോക ഗവൺമെൻറ് 40 വർഷക്കാലം തൻ്റെ ജീവിതം ശരീരവും മനസ്സും മുഴുവൻ അതിലർപ്പിച്ച് മഹാഗുരുവിൻ്റെ ദർശനം ഈ ലോകം എങ്ങും പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഗാരി ഡേവിഡ്. അതായത് ഈ ഗാരി ഡേവിഡ് ആരായിരുന്നു എന്ന് പറയാം. അതായത് ബോംബർ പൈലറ്റ്, നമ്മളുടെ ഹിരോഷിമയിലും നാഗസാക്കിലും ഒക്കെ ബോംബിടുവാൻ വേണ്ടി നിയമിച്ച ബോംബർ പൈലറ്റായിരുന്നു ഗാരി ഡേവിഡ്. അതായത് 2ാം ലോകമഹായുദ്ധം 1944 നടക്കുമ്പോൾ അവിടെ യുദ്ധത്തിൽ ചിതറിത്തെറിച്ച നഗരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് യുവതി യുവാക്കളുടെ കാലുകളും കൈകളും ഒക്കെ നഷ്ടപ്പെടുകയുണ്ടായി. ഒരുപാട് പേര് വിധവകളായി. അങ്ങനെ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട മക്കളും മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളുമൊക്കെ ആയിട്ട് വിറങ്ങലിച്ചിരിക്കുന്ന ലോകം. അങ്ങനെ ബോംബിട്ടതിന് ശേഷം താൻ ബോംബിട്ടവർക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണാൻ വിമാനത്തിൽ പറന്നു പോകുമ്പോൾ താഴോട്ട് നോക്കുകയാണ് ഗാരി ഡേവിഡ്. അങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഭയാനകമായിരുന്നു. എന്തായിരുന്നു? ഇങ്ങനെ എല്ലാവരും കൈയും കാലുകളും ഒക്കെ നഷ്ടപ്പെട്ട് വിറങ്ങലിച്ച് കിടക്കുന്ന ഒരു ലോകം കണ്ടപ്പോൾ ഗാരി ഡേവിഡ് മനസ്സിൽ വിചാരിച്ചു, നമ്മളോട് യാതൊരു വിരോധവും ഇല്ലാത്തവരെയാണല്ലോ ഞാനിങ്ങനെ ബോംബിട്ടത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബോംബിടേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇവിടെ പല രാഷ്ട്രീയ കാര്യങ്ങളും പല മതത്തിന്റെ പേരിലും മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചിന്ത വന്നു ഗാരി ഡേവിഡിന്റെ മനസ്സിൽ. അപ്പോൾ ഗാരി ഡേവിഡ് വിചാരിച്ചു, ഇനിയും ഒരൊറ്റ ലോകമാണെങ്കിൽ ഇങ്ങനെ പരസ്പര യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എല്ലാവരും ഒന്നായി കാണുകയാണെങ്കിൽ പല പല രാജ്യങ്ങളായിട്ട് പല രാഷ്ട്രങ്ങളായിട്ട് തിരിച്ചതുകൊണ്ടല്ലേ
ഇങ്ങനെ ഒരു യുദ്ധം വേണ്ടി വന്നത്, എനിക്ക് ഇങ്ങനെ ഒരു ബോംബിടേണ്ടി വന്നത്. അതുകൊണ്ട് ഇനിയും ഒരൊറ്റ ലോകം എന്ന ആ വലിയൊരു ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് തീരുമാനിച്ചു? ഇനിയും ഞാൻ ഈ അമേരിക്കൻ പൗരത്വം രാജിവെക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ എംബസിയിൽ പോയി അദ്ദേഹത്തിൻ്റെ പൗരത്വം രാജിവെച്ചു. ഒരു രാജ്യത്ത് ഒരു പൗരൻ ആദ്യമായി തൻ്റെ പൗരത്വം രാജിവെക്കുക, അത് വലിയൊരു സംഭവമായി. വാർത്താ മാധ്യമങ്ങളൊക്കെ വലിയ ആഘോഷമായിട്ട് തന്നെ ആ വാർത്ത ഇട്ടു. പക്ഷെ നമ്മളുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ആൽബർട്ട് ഐൻസ്റ്റീൻ അങ്ങനെയുള്ള പ്രമുഖ നേതാക്കളൊക്കെ ഇദ്ദേഹത്തെ അഭിനന്ദിച്ചു. പക്ഷേ പൗരത്വം നിഷേധിച്ച എന്താ? ഇന്ത്യൻ നേഷൻസ് നമ്മൾക്ക് പൗരത്വം ഇല്ലെങ്കിൽ, ആ രാജ്യത്ത് പൗരത്വം ഇല്ലെങ്കിൽ നമ്മളെവിടെ തുറങ്കിലടയ്ക്കും, അതായത് ജയിലിൽ അടയ്ക്കും. അങ്ങനെ ഫ്രഞ്ച് ഗവൺമെൻറ് അദ്ദേഹത്തെ തുറങ്കിലടിച്ചു. എന്നിട്ടൊരു തീരുമാനമെടുത്തു, ഇദ്ദേഹത്തെ നാട് കടത്തണം, പൗരത്വമില്ലാത്തവരെ. അങ്ങനെ അദ്ദേഹത്തെ നിർബന്ധിച്ച് കയ്യും കാലും ഒക്കെ കെട്ടി കപ്പലിൽ കയറ്റുവാൻ വേണ്ടി ഒരുങ്ങി. അപ്പോൾ അദ്ദേഹം എതിർത്തു. ഒരു പൗരന് അവനേതായ അവകാശങ്ങളുണ്ട്, എവിടെ പോകുവാനും എവിടെ വരുവാനുമുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് എന്നെ ആരും അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്ന് പറഞ്ഞ് അയാൾ എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ നിന്ന് കപ്പലിൽ നിന്ന് ചാടി നീന്തി രക്ഷപ്പെട്ടു. അയാൾ അദ്ദേഹത്തിൻ്റെ തുറമുഖത്ത് തീരത്തെത്തി. പക്ഷേ ഇവരൊരു തീരുമാനമെടുത്തു, ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ബന്ധവസ്ഥനാക്കി ഇദ്ദേഹത്തെ നാട് കടത്തണം. അങ്ങനെ ഫ്രാൻസും അമേരിക്കയും ഒക്കെ ചേർന്ന് ഇവർ കയ്യും കാലും ഒക്കെ ബന്ധിച്ച് ഇദ്ദേഹത്തെ കപ്പലിലിട്ട് നടുക്കടലിലായപ്പോൾ ഇദ്ദേഹത്തെ തുറന്നു വിട്ടിട്ട് പറഞ്ഞു, ഇനിയും കപ്പലിൻ്റെ നടുക്കൂടെ നടന്നു. ആരും നടുക്കടലിൽ ചെല്ലുമ്പോൾ ആരും ചാടില്ലല്ലോ. അങ്ങനെ ഗാരിയുടെ വീണ് തുറന്നു വിട്ടപ്പോൾ അദ്ദേഹം അവിടെ ഒരു ഇന്ത്യക്കാരനെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനാണെങ്കിൽ ഇവിടെ ഒരൊറ്റ ലോകം, അതായത് ഈ ലോകത്ത് മറ്റ് രാജ്യങ്ങളൊന്നും അല്ലാതെ ഒരൊറ്റ ലോകം എന്നൊരു ആശയം പറഞ്ഞു. അതിന് ഇവരെന്നെ കാലിൽ ബന്ധസ്ഥനാക്കിയിട്ട് കെട്ടിയിട്ട് ഇവരെന്നെ ഭ്രാന്തൻ എന്ന് വിളിക്കുകയാണ്. ഇത് ശരിയാണോ എന്ന് ചോദിക്കുക ഇന്ത്യക്കാരനോട്. അപ്പോൾ ആ ഇന്ത്യക്കാരൻ മറുപടി പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഞാനും എൻ്റെ ഗുരുവും ഭ്രാന്തന്മാരാണെന്ന്. ആ ഇന്ത്യക്കാരൻ ആരായിരിക്കും? ആ ഇന്ത്യക്കാരനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായി മഹാഗുരുവിൻ്റെ ദർശനം പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ, കഴിഞ്ഞ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് വർഷങ്ങളൊന്നും ആയില്ല, ഒരു കൂടി വന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു 21 വയസ്സ്, എൻ്റെ വിവാഹം കഴിയുന്നത് വരെ ഞാൻ ഗുരുദേവ ക്ഷേത്രത്തിൽ ആകെ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. അത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വല്യച്ഛൻ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു കുമ്മന ശാഖയുടെ. അന്നൊരു സ്കോളർഷിപ്പ് വാങ്ങിക്കുവാൻ വേണ്ടി എൻ്റെ വല്യച്ഛൻ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയ ഒരു ഓർമ്മയുണ്ട് എനിക്ക് ഗുരുദേവ ക്ഷേത്രത്തിൽ വിവാഹത്തിന് മുമ്പ്. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞു വരുന്ന വീട്ടിൽ അവിടെ എല്ലാവരും ഗുരുദേവ ഭക്തരാണ്. അവിടെ ശാഖയുടെ പ്രസിഡന്റ്, സെക്രട്ടറി എങ്ങനെയൊക്കെയുള്ള പദവികളിൽ ഇരിക്കുന്നതാണ് അവിടുത്തെ അച്ഛൻ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ ഞാൻ ഗുരുദേവ ക്ഷേത്രത്തിൽ പോവുകയും അമ്മയുടെ കൂടെ കുടുംബയോഗത്തിലൊക്കെ പോയാണ് ഗുരുദേവ ക്ഷേത്രങ്ങളിൽ പോകുവാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ ശേഷം എൻ്റെ മക്കളൊക്കെ ഉണ്ടായതിനു ശേഷം അവർക്ക് പ്രസംഗം പഠിക്കുവാനൊക്കെ താല്പര്യമുണ്ട്, പറയുമെന്നൊക്കെ ആയപ്പോൾ അവർക്ക് ഈ പ്രസംഗ മത്സരത്തിലൊക്കെ ഗുരുവിൻ്റെ തിരുചരിതമൊക്കെ പറയുവാൻ വേണ്ടി ആഗ്രഹം വന്നപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി, ഇതിനെക്കുറിച്ച് പഠിക്കുവാണെങ്കിൽ മക്കൾക്ക് എഴുതി കൊടുക്കാമല്ലോ. അങ്ങനെ ആഗ്രഹത്തിൽ കോട്ടയം യൂണിയനിൽ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൽ ഞാനൊരു പഠിതാവായി എത്തുകയും, അങ്ങനെ ആ പഠന കേന്ദ്രത്തിൽ വന്നപ്പോഴാണ് ഞാൻ അവിടെ ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചൊക്കെയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ലീഡറാക്കി എന്നെ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഗുരുവിനെക്കുറിച്ച് പഠിക്കുവാൻ ഞാൻ വന്നതാണ്, എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, അതുകൊണ്ട് എന്നെ ലീഡറൊന്നും ആക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ബഹുമാനായ സാറ് പറഞ്ഞു, അതല്ല, അതൊക്കെ നമ്മൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും, പഠിക്കുന്ന അങ്ങനെയാണെന്ന് പറഞ്ഞ് ഡോക്ടർ പി പൽപ്പു എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പിൻ്റെ ലീഡറാക്കി. അപ്പോഴാണ് ഞാൻ ഡോക്ടർ പി പൽപ്പുവിനെ കുറിച്ച് അന്വേഷിക്കുന്നതും പഠിക്കുവാൻ ആരംഭിക്കുന്നതും. ആദ്യമായി ഞാൻ ഗുരുദേവ ദർശനത്തിൽ പഠിക്കുന്നത് ഡോക്ടർ പി പൽപ്പുവിനെ കുറിച്ചാണ്. അതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. കാരണം ഡോക്ടർ പി പൽപ്പു എന്ന് പറയുന്നത് ആരാന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അങ്ങനെ ഞാൻ ആ പുസ്തകം വായിച്ചു. മഹാനായ ടി.കെ. മാധവൻ എഴുതിയ ഡോക്ടർ പി പൽപ്പുവിൻ്റെ ജീവചരിത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനകത്ത് ഡോക്ടറായതും ആ കഥകളൊക്കെ കണ്ട് വല്ലാതെ. അന്നെൻ്റെ മോള് പറയും, എനിക്ക് ഡോക്ടറാകണം എന്ന്. അപ്പോഴും ഞാൻ എപ്പോഴും പറയുമായിരുന്നു, നമ്മൾക്കൊരു ഗവൺമെൻറ് ജോലിയാണ് ആവശ്യം, ഒരു PSC ഒക്കെ എഴുതി വേഗം ഒരു ഗവൺമെൻറ് ജോലി കിട്ടും. പക്ഷേ അന്ന് അവൾ പറയുമ്പോൾ പ്രോത്സാഹിപ്പിക്കാതിരുന്നിട്ടില്ല, ഡോക്ടർ ആകണമെങ്കിൽ ഡോക്ടർ ആയിക്കോട്ടെ എന്ന് മനസ്സിലെപ്പോഴും കരുതും. എങ്കിൽ പോലും ഡോക്ടർ പി പൽപ്പുവിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, അവൾ ഡോക്ടർ ആകുന്നെങ്കിൽ ആയിക്കോട്ടെ. കാരണം അത്രയ്ക്ക് ത്യാഗോജ്വലമായ ഒരു പ്രവർത്തനമാണ് മഹാനായ ഡോക്ടർ പി പൽപ്പു കാഴ്ചവെച്ചിരിക്കുന്നത്. നമുക്കറിയാം, നിങ്ങൾക്കൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ പ്രഭാഷണ വേദികളിൽ ഞാൻ പറയാതെ പോകില്ല ഡോക്ടർ പി പൽപ്പുവിനെ കുറിച്ച് 2 വാക്കുകളെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ളതാണെങ്കിലും ഒന്ന് കേട്ടോളൂ.
മഹാനായ ഡോക്ടർ പി പൽപ്പു തൻ്റെ ചെറുപ്പകാലത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചാണ് അദ്ദേഹം വിദ്യാഭ്യാസം നടത്തിയത്. അദ്ദേഹത്തിന് പഠിക്കുവാൻ ധനമില്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ട്യൂഷൻ എടുത്തു. അതുപോലെ തന്നെ തൻ്റെ വീടിൻ്റെ അതായത് അന്നൊക്കെ ഈ കൂട്ടുകുടുംബം ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് വീതം വെച്ച് അങ്ങനെ ഭാഗങ്ങളൊക്കെ തിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വലിയ സാമ്പത്തികമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൊക്കെ വന്ന് തേങ്ങ ഇടുമ്പോൾ ആ തെങ്ങിൻ്റെ ചുവട്ടിൽ പോയിരുന്നിട്ട് പറയും, എൻ്റെ തലയിൽ തേങ്ങ ഇട്ടിട്ട് കൊണ്ടുപോയിക്കോളൂ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഓഹരി തരുവാണെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനാന്ന് പറഞ്ഞ് അപേക്ഷിച്ചാണ് പൈസയൊക്കെ സമ്പാദിച്ച്. അങ്ങനെ അദ്ദേഹം ഈ തിരുവിതാംകൂർ സർക്കാരിൽ ഇവിടെ ഈ ദേശത്ത് തന്നെ നിന്ന് അദ്ദേഹം പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിച്ച് മെട്രിക്കുലേഷൻ പാസ്സായി കഴിഞ്ഞിട്ട് നമ്മളുടെ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു അപേക്ഷ ക്ഷണിച്ചു. അങ്ങനെ എൻട്രൻസ് പരീക്ഷയിൽ 2ാം റാങ്കോടുകൂടി ഈ ഡോക്ടർ പി പൽപ്പു പാസ്സായി. അങ്ങനെ പാസ്സായിട്ട് തിരുവിതാംകൂർ സർക്കാരിൽ മെഡിസിൻ അഡ്മിഷന് വേണ്ടി അപേക്ഷിച്ചപ്പം പറഞ്ഞു പ്രായമായില്ല. പക്ഷെ പ്രായമാകാഞ്ഞിട്ടല്ല, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവിനും ഇതായിരുന്നു അവസ്ഥ. അദ്ദേഹത്തിൻ്റെ പിതാവും ഇതുപോലെ ഗവൺമെൻറ് പ്ലീഡറായിട്ട്, അതായത് ഒരു കോടതിയിൽ വ്യവഹരിക്കുവാൻ വേണ്ടി ജോലിക്ക് അപേക്ഷിച്ചപ്പോൾ അപേക്ഷ ഫീസ് പോലും തിരിച്ചു കൊടുത്തില്ല, ജാതിയിൽ താന്നതാണെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ആദ്യത്തെ BA ബിരുദധാരിയാണ് പി വേലായുധൻ. അദ്ദേഹത്തിനും ഇതുപോലെ താഴ്ന്ന ജാതിയാന്ന് പറഞ്ഞ് ജോലി നിരസിച്ചു. അദ്ദേഹവും മൈസൂർ ഗവൺമെൻറ്റിൽ പോയി ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡോക്ടർ പി പൽപ്പുവും ഈ എൻട്രൻസ് പരീക്ഷയ്ക്ക്, അതായത് എൻട്രൻസ് അഡ്മിഷന് വേണ്ടി അപേക്ഷിച്ചപ്പം പറഞ്ഞതാണ് പ്രായമായില്ല. എന്നിട്ടും അദ്ദേഹം മുട്ടുമടക്കിയിൽ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം മൈസൂർ ഗവൺമെൻറ്റിൽ പോയി മഹാനായ ഡോക്ടർ പി പൽപ്പു പഠിച്ചു. നല്ല മിടുക്കനായി, നല്ല റാങ്കോടുകൂടി പാസ്സായി. മൈസൂർ ഗവൺമെൻറ് മെഡിസിൻ ബിരുദമൊക്കെ നേടിയിട്ട് തിരിച്ചു വന്ന് തിരുവിതാംകൂർ സർക്കാരിൽ ജോലിക്ക് അപേക്ഷിച്ചു. അപ്പോൾ എന്താ പറഞ്ഞത്? സവർണരെ തൊട്ട് പരിശോധിക്കേണ്ടി വരും ഈ അവർണര്, അല്ലേ? അവർണനായ ഡോക്ടർ പി പൽപ്പു ജോലി കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? ഇവരെ തൊട്ട് പരിശോധിക്കണം, അതുകൊണ്ട് ഇവിടെ ജോലിയില്ല. അങ്ങനെ അദ്ദേഹം പക്ഷെ അവിടെ ജോലിയില്ലെന്ന് പറഞ്ഞ് മടങ്ങിപ്പോരുമല്ല ചെയ്തത്. അദ്ദേഹം എന്താ ചെയ്തത്? വീണ്ടും അദ്ദേഹം മൈസൂർ ഗവൺമെൻറ് പോയി ജോലിക്ക് അപേക്ഷിച്ച് ഉയർന്ന ശമ്പളത്തിൽ ജോലി കിട്ടി. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്ന് നമ്മുടെ മക്കള് നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ അവർ ഒരുപാട് ഫീസുള്ളതാ പഠിക്കാൻ ആവശ്യപ്പെടുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് നോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് അവർ പുറകോട്ട് പോവുക. അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു സർക്കാർ തന്നെ നിഷേധിച്ചു, ഒരു തിരുവിതാംകൂർ ഗവൺമെൻറ് തന്നെ ഇത് നിഷേധിച്ചിട്ടും അദ്ദേഹം അവിടെ നിന്നെല്ലാം പിടിച്ചു കയറുകയാണ്. എന്നിട്ട് അവിടെ പോയി ജോലി സമ്പാദിച്ച് ഉയർന്ന ശമ്പളത്തോടെ കൂടി ജോലി ചെയ്തു. ആ ജോലിക്കിൽ നിന്ന് കിട്ടിയ ശമ്പളത്തിൽ 3/4 ഭാഗവും പാവപ്പെട്ടവർക്ക് വേണ്ടി ചിലവഴിക്കുക. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് കമ്പിളി പുതപ്പ് വാങ്ങിച്ച കഥ. അതായത് തണുപ്പ് എല്ലാം മാറി ചൂട് ഇങ്ങനെ വന്ന് നല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ ദേഹത്ത് ഈ ചൂടോടുകൂടി കമ്പിളിപ്പൊതപ്പ് കിടക്കുന്നതെന്ന് അവർ തന്നെ അത്ഭുതപ്പെട്ടു പോയാണ്. ആരാണ് ഇത് ചെയ്തത്? അങ്ങനെ അവർ പോലും അറിയാതെ കമ്പിളിപ്പൊതപ്പ് മേടിച്ചിട്ട് കൊടുക്കുകയാണ്. തൻ്റെ ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ച് ആ ശമ്പളത്തിൽ കൂടുതൽ രൂപയും അതിലേക്ക് ചെലവാക്കി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തിരുവിതാംകൂറിലൊക്കെ വന്ന് ഇവിടെയുള്ള, അതായത് തൻ്റെ ആത്മസഹോദരങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ അറിഞ്ഞിട്ട് പോയതാണ്. അധസ്ഥിതരായ വീരപരാധി പിന്നോക്ക വിഭാഗക്കാർ അനുഭവിക്കുന്ന യാതനകളെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് തൻ്റെ ആത്മസഹോദരങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരു വിധി ഉണ്ടാവരുതെന്നൊരു ആഗ്രഹവും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഈഴവ സമാജമൊക്കെ രൂപീകരിക്കുന്നുണ്ട്. ഭഗവാനെ തൻ്റെ കുഞ്ഞുനാളിൽ തൊട്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനുമായിട്ട് നല്ല അടുപ്പവും ഉണ്ടായിരുന്നു. കാരണം താൻ ജോലിക്ക് പോയിട്ടും അതുപോലെ പഠിക്കാനും ഒക്കെ പോയിട്ട് ഇടയ്ക്ക് തിരിച്ചു വരുമ്പോൾ ഭഗവാനെ വന്ന് കാണുകയും കണ്ട് അനുഗ്രഹം വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അദ്ദേഹം വീണ്ടും തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ മലയാളി മെമ്മോറിയൽ 1891, അതായത് അന്നൊക്കെ മലയാള ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ 500 രൂപയും അതിൽ മേൽ ശമ്പളമുള്ളൂ തിരുവിതാംകൂർ സർക്കാരിൽ. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന സവർണരായ വിദ്യാഭ്യാസമുള്ളവർക്ക് അതൊരു വലിയൊരു അസൂയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവരെന്ത് തീരുമാനിച്ചു? ഒരു മെമ്മോറിയൽ കൊടുക്കണം, ഒരു നിവേദനം കൊടുക്കണം. അതായത് ഞങ്ങൾക്കിടയിലും നല്ല വിദ്യാഭ്യാസമുള്ളവരൊക്കെ ഉണ്ട്, ഞങ്ങൾക്കും നല്ല ഗവൺമെൻറ്റിൽ 500 രൂപയും അതിൽ മുകളിൽ സാലറി കിട്ടുന്നവരും ശമ്പളം കിട്ടുന്നവരും ഉണ്ടാവണം. അങ്ങനെ ആഗ്രഹത്താൽ അവരെന്ത് ചെയ്തു? അവര് മെമ്മോറിയൽ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഡോക്ടർ പൽപ്പുവിനെ കൊണ്ട് 3ാം പേരുകാരനായി ഒപ്പിടിപ്പിച്ചു. അതിനൊരു കാരണമുണ്ട്. ഡോക്ടർ പി പൽപ്പു ഉയർന്ന ശമ്പളമൊക്കെ ഉള്ളത് കൊണ്ട് ഈ മെമ്മോറിയലൊക്കെ സമർപ്പിക്കണമെങ്കിൽ, ഈ നിവേദനമൊക്കെ സമർപ്പിക്കണമെങ്കിൽ ഒരുപാട് ധനം ചെലവുണ്ട്. അപ്പം ഡോക്ടർ പൽപ്പുവിന് നല്ല ശമ്പളമൊക്കെ ഉള്ളതുകൊണ്ട് 1000 രൂപ ഏറ്റവും കൂടുതൽ സംഭാവന കൊടുത്തത് ഡോക്ടർ പി പൽപ്പുവാണ്.
അതുകൊണ്ട് തന്നെ ഡോക്ടർ പൽപ്പു എന്ത് ചെയ്തു, 3-ാം പേരുകാരനായിട്ട് ഒപ്പിടിയിപ്പിച്ചപ്പോൾ തനിക്ക് കിട്ടുവാനുള്ള അവകാശവും കൂടെ ചോദിച്ചു. എന്താണ്? അതായത് ഈഴവരാതി പിന്നോക്ക വിഭാഗക്കാർക്ക് ഈ സമൂഹത്തിൽ യാതൊരുവിധ സ്ഥാനവുമില്ല. ഭൂമി പാടില്ല, വിദ്യ പാടില്ല, ആയുധം പാടില്ല, മാന്യമായ വസ്ത്രം പാടില്ല, ഒന്നും പാടില്ല. അപ്പോൾ എന്ത് തീരുമാനിച്ചു? ഇനി ഞങ്ങൾക്ക് സ്കൂൾ പ്രവേശനം വേണം, 5 രൂപയെങ്കിലും ശമ്പളമുള്ള ഒരു സർക്കാർ ജോലിയെങ്കിലും ഞങ്ങൾക്കും കിട്ടണം, നല്ല നല്ലതായിട്ട് നമ്മൾക്ക് വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യം തരണം. അങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർ പൽപ്പുവും ഇത് തിരുവിതാംകൂർ തിരുമനസ്സിന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു നിവേദനം ഇതിൻ്റെ കൂടെ വെക്കുകയാണ്. പക്ഷേ ഈ നിവേദനം കണ്ടിട്ട് അവർ നമുക്ക് തന്ന മറുപടി എന്താണ്? ഈഴവരാതി പിന്നോക്ക വിഭാഗക്കാർക്കൊക്കെ ഒരു കുലത്തൊഴിലുണ്ട്, അത് ചെയ്ത് ജീവിച്ചു കൊള്ളാം. കുലത്തൊഴിൽ എന്തൊക്കെയാണ്? നെയ്ത്ത്, ചെത്ത്, കയറ് വിരിയൊക്കെ, ഇതൊക്കെ ചെയ്ത് നിങ്ങൾ അങ്ങ് ജീവിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ഡോക്ടർ പി പൽപ്പു അടങ്ങിയില്ല. 10,037 പേർ ഒപ്പിട്ട മലയാളി മെമ്മോറിയൽ പിന്നീട് ഡോക്ടർ പി പൽപ്പു എന്ത് ചെയ്തെന്നറിയാമോ? ഒരു ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു. അതിൽ നിന്ന് 3,850 പേർ കൂടുതൽ പേർ ഒപ്പിട്ട്, അതായത് 13,176 പേര് ഒപ്പിട്ട് 1896 ഡോക്ടർ പി പൽപ്പു ഓരോ വീടുകളിലും കയറി ഇറങ്ങി തൻ്റെ ശമ്പളത്തിൽ നിന്ന് തന്നെ പൈസ മുടക്കി. അതായത് അന്നത്തെ കാലത്ത് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ഒപ്പിട്ട് കൊടുക്കത്തില്ല. കാരണം എന്താണ്? സവർണയായ മേധാവികളെ പേടിയാണ്. ഒപ്പിട്ട് കൊടുത്താൽ ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കും, അല്ലെങ്കിൽ തങ്ങൾക്ക് തക്കതായ ശിക്ഷ കിട്ടും. അതിന് പേടിച്ചിട്ട് അവർ ഒപ്പിട്ട് കൊടുക്കില്ല. പക്ഷേ അതിൽ നിന്നെല്ലാം എങ്ങനെയോ ഒപ്പിട്ട് 13,176 പേര് ഒപ്പിട്ട ഒരു നിവേദനം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു. അന്നത്തെ ആ ഓരോരുത്തരുടെയും സാമ്പത്തിക വ്യവസ്ഥ എന്തായിരുന്നു? അതായത് അവർക്കൊക്കെ ധനമുള്ളവരാണോ ഇല്ലാത്തവരാണോ, നികുതി അടയ്ക്കുന്നവരാണോ അടയ്ക്കാത്തവരാണോ എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൊണ്ട് ഒരു നിവേദനം സമർപ്പിച്ചു. അങ്ങനെ ആ സമർപ്പിച്ച നിവേദനത്തിൽ നമുക്ക് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നീട് അദ്ദേഹം കേഴ്സൺ പ്രഭുവിന് ഒരു എഴുത്തയക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ നിവേദനം നിരസിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴും നമുക്ക് കാര്യമായ യാതൊരുവിധ പ്രയോജനം ഉണ്ടായില്ല. പിന്നെ അദ്ദേഹം ബാരിസ്റ്റർ GP പിള്ളയെ കണ്ട് 1,500 രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ കൊടുത്തിട്ട് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പോയി നേരിട്ട് നിവേദനം കൊടുക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു. അങ്ങനെ ആ ബാരിസ്റ്റർ GP പിള്ളയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി തൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഇതിനു വേണ്ടിയുള്ള ഈ നിവേദനം സമർപ്പിക്കാനുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും വെറും 300 രൂപയെ കിട്ടിയുള്ളൂ. ബാക്കി 1,200 രൂപയും ഈ ഡോക്ടർ പൽപ്പുവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ സ്വന്തമായിട്ട് എടുത്ത് അങ്ങനെ അപേക്ഷയൊക്കെ കൊടുത്തു. ഇന്ന് നാം ഒന്ന് വിചാരിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ മെറിറ്റിൽ ഒരു അഡ്മിഷൻ കിട്ടി MBBSന്, അതായത് നല്ല മാർക്കുണ്ടെങ്കിൽ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി MBBSന് നമുക്ക് അഡ്മിഷൻ കിട്ടും അല്ലേ? അവർക്ക് പോകുവാൻ സാധിക്കും. അന്ന് ഡോക്ടർ പൽപ്പു അനുഭവിച്ച യാതനയൊന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെ മക്കൾ അറിയണ്ടേ, നമ്മുടെ വരുന്ന തലമുറകൾ അറിയണ്ടേ ഇത്? അതിന് അത്രയേറെ കഷ്ടപ്പെട്ട് അത്രയേറെ യാതനകൾ അനുഭവിച്ച് ഒരു ത്യാഗോജ്വലമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ ഫലമാണ് മഹാഗുരുവിൻ്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ഗുരുവിൻ്റെ ഗൃഹസ്ഥരും സന്യസ്തരുമായ ശിഷ്യന്മാരൊക്കെ ഇത്ര വലിയൊരു പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ടാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും എന്ന് നാം മനസ്സിലാക്കണം. ഈ ഡോക്ടർ പൽപ്പുവിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുവാനുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് ഗാരി ഡേവിഡ് ഒരു ഇന്ത്യക്കാരനെ കണ്ടു എന്നാ. അപ്പോൾ ആ മഹാനായ ഡോക്ടർ പൽപ്പു തൻ്റെ ത്യാഗോജ്വലമായ ആ പ്രവർത്തനത്തിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? തൻ്റെ മകനെ മഹാഗുരുവിന് സമർപ്പിച്ചു, പി നടരാജ ഗുരുവിനെ. അതായത് യൂറോപ്പിൽ വെച്ച് ഈ കപ്പലിൽ വെച്ച് ഗാരി ഡേവിഡ് ഒരു ഇന്ത്യക്കാരനെ കണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല, മഹാഗുരുവിൻ്റെ ആ ചിന്താവീക്ഷണമാണ്, ദീർഘവീക്ഷണമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം ആ ഗാരി ഡേവിഡിനോടൊപ്പം നമ്മളുടെ ഡോക്ടർ പി നടരാജ ഗുരു, ഇന്ന് നാരായണ ഗുരുകുലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച നടരാജ ഗുരു, ഒരുപാട് കാര്യങ്ങളുണ്ട്. നടരാജ ഗുരുവിനെയൊക്കെ നമ്മൾ ഒരുപാട് പഠിക്കുവാനുണ്ട്. കാരണം ആത്മോപദേശകത്തിൻ്റെ 35-ാമത്തെ പദ്യം മുതൽ 43-ാമത്തെ പദ്യം വരെ സർബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടുകയൊക്കെ ഉണ്ടായ മഹത് വ്യക്തിത്വമാണ് പി നടരാജൻ. മഹാഗുരുവിൻ്റെ ദർശനം ഈ ലോകമെങ്ങും പ്രചരിപ്പിക്കുവാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു ഗുരുദേവ ശിഷ്യൻ ഡോക്ടർ പി പൽപ്പുവിൻ്റെ പുത്രനായ ഡോക്ടർ പി നടരാജൻ. എന്നോട് ഗാരി ഡേവിഡ് പറഞ്ഞു, എന്നോട് ഇങ്ങനെ ഒരു ലോകം എന്ന ആശയം പറഞ്ഞപ്പോൾ ഇവർ ഭ്രാന്തൻ എന്ന് വിളിച്ചു വന്നു. അപ്പം പറഞ്ഞു, എനിക്കും എൻ്റെ ഗുരുവിനും അങ്ങനെയാണെങ്കിൽ ഭ്രാന്തായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഒരു ലോകം എന്ന ഒരു ആശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഇത് അതായത് യുക്തിപരമായി നിങ്ങളൊരു പ്രബന്ധം തയ്യാറാക്കി ഇതെല്ലാവരിലും എത്തിക്കുവാൻ ശ്രമിക്കണം.
ഗാരി ഡേവിഡിന് ഒരു വിമാനം പറത്തുവാൻ മാത്രമേ അറിയുള്ളൂ, അല്ലാതെ ഒരു പ്രബന്ധം ഒന്നും തയ്യാറാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഈ നടരാജ ഗുരു തന്നെ ഇങ്ങനെ ഒരു പ്രബന്ധം തയ്യാറാക്കിയാണ് ലോക ഗവൺമെന്റിനുള്ള ഒരു മാനിഫെസ്റ്റോ, ഏക ലോക ഗവൺമെന്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇവർ രണ്ടുപേരും കൂടെ ന്യൂയോർക്കിൽ പോയി പ്ലാസയിൽ അവിടെ ഒരു ഏകലോക ഗവൺമെന്റ്, അതായത് ഒരു പാസ്പോർട്ട് ഓഫീസ് തുടങ്ങുക. ഏകലോക പാസ്പോർട്ട് ഓഫീസ്, വേൾഡ് ഗവൺമെന്റ് പാസ്പോർട്ട് ഓഫീസ്. അങ്ങനെ ആ പാസ്പോർട്ട് ഓഫീസിൽ ആദ്യമായിട്ട് നടരാജ ഗുരു ഒപ്പിട്ട ഒരു പാസ്പോർട്ട് ഈ ഗാരി ഡേവിഡിന് കൊടുക്കുകയാണ്. അതായത് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള 17 രാജ്യങ്ങളിൽ സഞ്ചരിക്കുവാനുള്ള ഒരു പാസ്പോർട്ട് ഒപ്പിട്ട് കൊടുത്തു. അതായത് ലോകത്തിൽ എവിടെ ചെന്നാലും അതിനകത്തുള്ള എഴുതിയിരിക്കുന്നത് ഒരു പൗരന്, അതായത് സഹോദരി സഹോദരനായിട്ട് കാണണം, എവിടെ ചെന്നാലും സഹോദരി സഹോദരനായിട്ട് കാണണം, അങ്ങനെയുള്ള നിബന്ധനകളെല്ലാം വെച്ച്, അതായത് ഒരു ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനൊരു തക്കതായ കാരണമില്ല അതിന് ശിക്ഷ കൊടുക്കുവാൻ, അങ്ങനെയുള്ളൊരു പാസ്പോർട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഉള്ള രാജ്യങ്ങളിലെല്ലാം സഞ്ചരിച്ചു മഹാഗുരുവിൻ്റെ ദർശനം ഈ ലോകം എങ്ങും പ്രചരിപ്പിച്ചു. ഞാൻ വിചാരിക്കുകയാണ്, എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ ഏകലോക ഗവൺമെൻറ് അന്ന് ഗാരി ഡേവിഡ് ഉൾപ്പെടെയുള്ളവർ, നടരാജ ഗുരുവൊക്കെ അന്ന് പ്രാവർത്തികമാക്കി വന്ന് ഇന്ന് നമ്മുടെ തലമുറകൾ ഇങ്ങോട്ട് പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ യുദ്ധമൊക്കെ ഉണ്ടാകുമായിരുന്നോ? ഏകലോക ദർശനം എന്ന ആ വലിയൊരു ആശയം മുന്നോട്ട് നമ്മുടെ തലമുറകൾ പിന്തുടർന്നുവെങ്കിൽ ഇന്ന് ഈ നമ്മളൊക്കെ പേടിച്ചിരിക്കുകയാണ്, യുദ്ധം വന്ന് നമ്മൾക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുമെന്നല്ലേ. നമ്മളുടെ ഇന്നിപ്പം വനിതകളുടെ നേതൃത്വത്തിൽ സൈനികം, അതായത് സോഫിയ ഖുർഷി, അതുപോലെ തന്നെ നമ്മളുടെ വിങ് കമാൻഡർ വ്യോമിക സിംഗും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സൈനികം, അതായത് ഇന്ന് വനിതകൾക്കൊക്കെ അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കാവുന്ന തരത്തിൽ എല്ലാ മേഖലകളിലും വനിതാ പ്രാതിനിധ്യം, അതായത് മഹാഗുരുവിൻ്റെ വലിയൊരു ദർശനമാണത്. സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നു എന്ന് വീട്ടിൽ വെട്ടതൊരുപാട് പറഞ്ഞത് എന്താണ്? മഹാഗുരുവിൻ്റെ ആ വലിയൊരു ദർശനമാണ് അല്ലേ. വനിതകൾ അകത്തിരിക്കുക, സ്ത്രീകൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കണമെന്ന്. അപ്പം ഇന്ന് അവര് നയിക്കുന്ന ഒരു സൈനികമാണ് പ്രതിരോധ മന്ത്രാലയം. അതായത് പാകിസ്ഥാൻ എത്ര പ്രതിരോധം നമുക്ക് വേണ്ടി നമ്മളെ ഇങ്ങോട്ട് തകർക്കുവാൻ വേണ്ടി നോക്കിയപ്പോഴും ഒരു പരിക്കുമില്ലാതെ, ഒരുപാട് അപകടങ്ങളൊന്നുമില്ലാതെ അതിനെയെല്ലാം തകർക്കുവാൻ സാധിച്ചു. ഒക്കെ നമ്മൾക്ക് ഇന്ത്യക്ക് ഏറെ അഭിമാനിക്കാവുന്ന തരത്തിലാണ്. അപ്പം ഈ മഹാഗുരുവിൻ്റെ ആ വലിയൊരു ദർശനം ഈ ലോകം എങ്ങും പ്രചരിച്ചുകൊണ്ട് അതേ ഒരു ഏകലോക ഗവൺമെന്റ്, ഏകലോക ദർശനം പ്രാവർത്തികമാകുകയാണെങ്കിൽ നമ്മൾക്ക് ഒരൊറ്റ ലോകം, ഒരൊറ്റ ജനത, ഒരൊറ്റ നീതി എന്ന വലിയൊരു ആശയം സബലീകരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഇങ്ങനെയൊരു യുദ്ധമൊന്നും ഉണ്ടാവില്ല. മഹാഗുരുവിൻ്റെ ദർശനവും അതുതന്നെയായിരുന്നു. എല്ലാവരും ഒറ്റ, അതായത് ഒന്നിച്ച് ഏകലോക മാനവിക ഐക്യമായിരുന്നു. മനുഷ്യന് കൽപ്പിക്കുന്ന സകല ഭേദചിന്തകളെയും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഐത്തങ്ങളെയും യുക്തിപരമായും ധാർമ്മികപരമായും ജീവശാസ്ത്രപരമായും ഭേദിച്ചുകൊണ്ട് വിശ്വസാഹോദര്യത്തിന്റെ ശ്രീകോവിലാണ് നമുക്ക് ഭഗവാൻ തുറന്നു തന്നത്. നമുക്കറിയാം, പാശ്ചാത്യനായ നമ്മളുടെ ഒരു വിദേശനായ ഒരു സന്യാസി ശിഷ്യൻ ഏണസ്റ്റ് കർക്ക് ഗുരുവിന്റെ വലിയൊരു ഏകലോക ദർശനത്തിന്റെ വലിയൊരു ഉദാഹരണമാണ് അദ്ദേഹം. കാരണം അദ്ദേഹം ഈ ലോകത്തിൽ, അതായത് ഭാരതത്തിലുള്ള ആധ്യാത്മ സമ്പ്രദായങ്ങളിലൊക്കെ ആകർഷനായി. കാരണം താൻ പൂർണ്ണനായി ഒരു ഗുരുവിനെ തപ്പി നടക്കുകയാണ്. എല്ലാ പ്രജ്ഞ കൊണ്ട് സാധന കൊണ്ടും ഒക്കെ ആരാണ് ഇതിൽ പൂർണ്ണനെ, ഒരു ഗുരുവിനെ എനിക്ക് കാണണമെന്ന ആഗ്രഹത്തിൽ അങ്ങനെ നടക്കുമ്പോൾ ഭാരതത്തിൽ വന്ന് ആധ്യാത്മ സമ്പ്രദായങ്ങളിലൊക്കെ ആകർഷനായി അദ്ദേഹം ശ്രീരാമകൃഷ്ണ മിഷൻ, വിവേകാനന്ദ ആശ്രമങ്ങളിലൊക്കെ താമസിച്ച് അങ്ങനെ ചെന്നൈയിൽ വന്ന് രമണ മഹർഷിയെ കാണുകയും രമണ മഹർഷി മുഖേന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് അറിഞ്ഞ് ശിവഗിരിയിലെത്തി ഗുരുവിനെ കണ്ട് ഗുരുവിൽ ആകർഷനായി ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ വലിയൊരു സംഭവം ഉണ്ടാകുന്നു. ആദ്യത്തെ വിവാഹം ശാരദാമഠത്തിൽ വെച്ച് നടക്കുന്നു. ആരൊക്കെ തമ്മിലാണ്? ആ മഹാഗുരുവിന്റെ വലിയൊരു ഏകലോക ദർശനം തന്നെ അവിടെ കാണുവാൻ സാധിക്കും. അതായത് കൊല്ലം പരവൂരിലുള്ള കരുണാകരൻ എന്ന യുവാവ് ജർമ്മനിയിലുള്ള മാർഗരറ്റ് എന്ന യുവതിയുമായി പ്രണയത്തിലാകുന്നു. അങ്ങനെ അവര് തമ്മിൽ വിവാഹം നടത്തുവാൻ വേണ്ടി വീട്ടുകാരോട് ചോദിക്കുമ്പോൾ വീട്ടുകാരെന്നാ, അവര് വലിയ ജാതിയുടെയും മതത്തിന്റെയൊക്കെ വലിയ തലപ്പത്തിരിക്കുന്നവരായതുകൊണ്ട് അവർക്ക് അത് സമ്മതിക്കുവാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഉടനെ ഗുരു പറഞ്ഞു, ഈ വിവാഹം ശാരദാ മഠത്തിൽ വെച്ച് നടക്കട്ടെ എന്ന് പറയുകയാണ്. പക്ഷെ ഗുരുവിന്റെ ആജ്ഞ അവർക്ക് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ മാർഗരറ്റിന്റെയും കരുണാകരന്റെയും വിവാഹം മഹാഗുരു വരണമാല്യം എടുത്തു വെച്ചുകൊണ്ട് ആദ്യത്തെ വിവാഹം നമ്മളുടെ ശാരദാ മഠത്തിലാണ് നടക്കുന്നത്. അതൊക്കെ കണ്ട് ഈ ഏണസ്റ്റുകാർക്ക് ആകർഷണമായ ഗുരുവിലേക്ക് ആകർഷണാവുക കൂടുതൽ. അതായത് താൻ തിരക്കി നടന്ന ആ ഗുരു ഇത് ശ്രീനാരായണ പരമഹംസദേവൻ തന്നെയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്
അദ്ദേഹം സന്യാസ ദീക്ഷ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഗുരുവിനോട് പറയുക. അങ്ങനെ കുറച്ചുനാൾ കാത്തിരുന്ന് വിജയദശമി നാളിൽ ശിവഗിരിയിൽ വെച്ച് ശാരദാ മഠത്തിൽ വെച്ച് ഈ സന്യാസ ദീക്ഷ കൊടുക്കുമ്പോൾ എല്ലാവരെയും വിളിച്ച് ഓരോരുത്തർക്ക് സന്യാസ ദീക്ഷ, അതായത് തലമുണ്ടനം ചെയ്യുവാനും വ്രതം നോക്കുവാനും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ വ്രതം നോക്കുവാനും തലമുണ്ടനം ചെയ്യുവാനും പറഞ്ഞപ്പോൾ ഏണസ്റ്റ് കിർക്കിനോട് പറഞ്ഞു, നിങ്ങൾ തലമുണ്ടനം ചെയ്യണ്ടെന്ന് പറഞ്ഞു. അത് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയൊരു സന്തോഷം തന്നെയാണ്. നമ്മളുടെ താൻ മനോഹരമായി സൂക്ഷിക്കുന്ന തൻ്റെ മുടി മുണ്ടനം ചെയ്യണ്ട എന്ന് പറഞ്ഞ് അതിനുശേഷം എല്ലാവർക്കും വസ്ത്രമൊക്കെ എടുത്ത് കാവ്യ വസ്ത്രമൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ ഏണസ്റ്റ് കിർക്കിൻ്റെ ഊഴം വന്നപ്പോൾ അദ്ദേഹം അടുത്ത് ചെന്നപ്പം പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ നിൽക്കൂ, ഒരു മിനിറ്റ്, ഞാൻ ഒരു പൊതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, അത് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് ആ പൊതി അഴിച്ചു നോക്കുമ്പോൾ അതിൽ പാൻറ്റും ഷർട്ടും ടൈയും ഒക്കെ ആയിരുന്നു, കോട്ടും ടൈയും ഒക്കെയാണ്. അത്ഭുതപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇത് ഇടുവാൻ പറഞ്ഞു, പാൻറ്റും ഷർട്ടും ഒക്കെ ധരിച്ചിട്ട് വരാൻ. ഇട്ടിട്ട് വന്നപ്പോൾ കോട്ട് മഹാഗുരുവിൻ്റെ കയ്യിൽ വെച്ച് തന്നെ ടൈ കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് മതി വേഷം, നിങ്ങളുടെ ആ സംസ്കാരം ഒന്നും മാറ്റേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് അത് പറഞ്ഞു, നിങ്ങളുടെ പേര് ഏണസ്റ്റ് കിർക്കിൻ്റെ കൂടെ സ്വാമി എന്ന് ചേർത്താൽ മതി. അതായത് അദ്ദേഹത്തിൻ്റെ ആ വലിയൊരു സംസ്കാരവും ആ ഒരു ഭാവനയും ഒക്കെ മാറ്റണ്ട എന്നാണ് ഗുരു പറഞ്ഞത്. ഗുരുവിന് വേണമെങ്കിൽ സന്യാസ ദീക്ഷ സ്വീകരിക്കാൻ വന്ന ഒരു വിദേശിയായ ഒരു ശിഷ്യനോട് തീർച്ചയായിട്ടും സന്യാസി വേഷമൊക്കെ കൊടുത്ത് തൻ്റെ ഒരു വിദേശി സന്യാസി ശിഷ്യനാന്ന് പറഞ്ഞ് ഗുരുവിന് പറയാമായിരുന്നു. പക്ഷെ ഗുരു എന്താ ചെയ്തത്? അവിടെയാണ് ഗുരുവിൻ്റെ ആ ഏകലോക ദർശനം. ഗുരു എല്ലാം ഒന്നാണ്, എല്ലാവരെയും ഒന്നായി കാണുവാനാണ് ശ്രമിച്ചത്. അതുപോലെ തന്നെയാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരു സംസ്കൃത പാഠശാല തുടങ്ങുമ്പോൾ അവിടെ പഠിക്കുവാൻ വേണ്ടി വന്ന ഒരു ക്രിസ്തീയ സമുദായത്തിലെ ഒരു കുട്ടിയെ ചാക്കോ എന്ന് പറഞ്ഞ് കുറേ നാളുകൾ അവിടെ പഠിക്കുവാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗുരുവിനോടുള്ള ആരാധന മൂത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ചാക്കോ എന്ന പേര് മാറ്റി ശ്രീനാരായണ ദാസായി സ്വന്തം സന്യാസി വേഷമൊക്കെ സ്വീകരിച്ച് പിന്നീട് ഗുരു അവിടെ ചെല്ലുമ്പോൾ കാണുവാൻ ചെല്ലുകയാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, എനിക്ക് ശ്രീനാരായണദാസിനെ അറിയില്ല, എനിക്ക് ചാക്കോയെ അറിയത്തുള്ളൂ, ചാക്കോ ആയിട്ടിരുന്നാൽ മതി. ഗുരു അവിടെയും പേരൊന്നും മാറ്റുവാനോ ജാതി മാറ്റുവാനോ മതം മാറ്റുവാനോ ഒന്നും പറഞ്ഞില്ല. അവിടെയാണ് ഗുരുവിൻ്റെ ആ ദർശനം നമ്മൾ വലുതായി കാണേണ്ടത്, എല്ലാവരെയും ഒന്നായി കാണുക എന്നുള്ളത്. അതുപോലെ തന്നെ 1918 മഹാഗുരു ശ്രീലങ്കയിൽ സിലോണിൽ സന്ദർശിക്കാൻ പോയപ്പോൾ ധാരാളം ജനങ്ങൾ അവിടെ ഗുരുവിനെ സ്വീകരിക്കുവാനും ഗുരുവിൻ്റെ കാര്യങ്ങൾ നോക്കുവാനും എല്ലാം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിലൊരാളാണ് ആകർഷ്ടനായി ഗുരുവിൻ്റെ അടുക്കൽ വന്നു ഖാദർ എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവാവ്. അങ്ങനെ പിന്നീട് ഗുരു 1918 ശേഷം 1926 ചെല്ലുമ്പോൾ അവിടെ ഖാദർ കന്ദസ്വാമിയായി മാറിയിട്ട് ഗുരുവിൻ്റെ അടുക്കൽ വന്ന് ഒരുപാട് നേരം നിന്നു, തന്നെ മനസ്സിലായില്ലേ എന്ന മട്ടിൽ. പക്ഷെ ഗുരു മനസ്സിലായില്ല എന്ന രീതിയിൽ തന്നെ നിന്നു. അത് കഴിഞ്ഞ് ഗുരുവിനോട് ആരോട് പറഞ്ഞു, ഖാദർ കന്ദസ്വാമിയായിട്ട് വന്നതാണ്, ഖാദറായിട്ടിരുന്നാൽ മതി, കന്ദസ്വാമി ആകണ്ടെന്ന് ഗുരു അവിടെയും പറഞ്ഞു. ഇവിടെയൊക്കെയാണ് മഹാഗുരുവിൻ്റെ ആ വലിയൊരു ദർശനം നാം മനസ്സിലാക്കേണ്ടത്. ആ മഹാഗുരു എല്ലാവരെയും ഒന്നായി കാണുവാൻ വേണ്ടി ഒരൊറ്റ മതമായിട്ട് കാണുവാൻ, മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ്, അതായത് തത്വജ്ഞാനികളുടെ അഭിപ്രായം അത്രയും മതം. അതാണ് മഹാഗുരുവിൻ്റെ ആ വലിയൊരു ദീർഘവീക്ഷണം. അതിനുവേണ്ടിയാണ് മഹാഗുരു എല്ലാവരും മതം മാറുകയും ആ മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുകയും ചെയ്തതുകൊണ്ടാണ് മഹാഗുരു 1924 സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി. എന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാവരും, അതായത് എല്ലാ മതത്തിലും അടങ്ങിയിരിക്കുന്ന എന്താണ്? പലമത സാരവും ഏകം എന്നാ പറഞ്ഞത്. എല്ലാ മതത്തിലും അടങ്ങിയിരിക്കുന്നത് ഒരേ ഒരു ദർശനമാണ്. എന്താണ്? മോക്ഷം പ്രാപിക്കുക, എല്ലാവർക്കും സുഖം വേണം, ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടുകയുണ്ടായി. ആ സർവമത സമ്മേളനത്തിലും ഗുരു ആ വാദിക്കൽ എഴുതി വെച്ചിരുന്ന എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അന്ന് വാദത്തിന്റെയും ജയത്തിന്റെയും പേരിൽ എല്ലാവരും വിജയം നേടുമ്പോൾ തങ്ങളുടെ മതമാണ് വലുതെന്ന് വിജയം നേടുമ്പോൾ ഗുരു പറഞ്ഞു, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. അപ്പം അറിവാണ് ഈശ്വരൻ എന്ന വലിയൊരു തത്വം പറഞ്ഞു തന്ന ഗുരുവിന്റെ ആ ദർശനം നാം മനസ്സിലാക്കേണ്ടത്. ഗുരുവിന്റെ ഓരോ ക്ഷേത്ര പ്രതിഷ്ഠകളും നാം എടുത്തു വെച്ച് നോക്കൂ. നമുക്കറിയാം 1888 അരുവിപ്പുറത്ത് ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശില മറ്റൊരു ശിലയിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് മഹാഗുരു നമ്മൾക്കൊരു മഹത്തായ വിപ്ലവ പ്രതിഷ്ഠ തന്നെ നടത്തി തന്നു. ബ്രാഹ്മണ്യത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും സങ്കുചിതത്തിനുള്ളിൽ സമൂഹത്തെ ഒതുക്കി നിർത്താൻ ആരാധനാലയവും അവിടുത്തെ ആത്മീയതയും ഉപയോഗിച്ച് മലിനമാക്കപ്പെട്ട വ്യവസ്ഥയെ അതേ ആത്മീയതയും ആരാധനാലയം ഉപയോഗിച്ച് വിശ്വമാനവികതയുടെ വേദിയാക്കി മാറ്റുകയായിരുന്നു മഹാഗുരു. മന്ത്രങ്ങൾ അധസ്ഥിന്റെ നാവിൽ വഴങ്ങുമെന്നും അതിശയിപ്പിക്കുവാൻ കഴിയുമെന്നും മഹാഗുരു കാണിച്ചു കൊടുത്തു. വ്രണപ്പെട്ട അഭിമാനം ഉയർത്തി കാണിക്കുവാൻ വേണ്ടി ഗുരു ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തി തന്നു. പക്ഷേ ഓരോ ക്ഷേത്ര പ്രതിഷ്ഠയും ഗുരു നടത്തി തരുമ്പോൾ ഓരോ സങ്കല്പം ഉണ്ടായിരുന്നു. വെറുതെ കുളിച്ചു വന്ന് തൊഴുതിട്ട് പോകുന്ന ഒരു ഇടമല്ല ക്ഷേത്രം എന്ന് നമ്മളെ കാണിച്ചു തരികയായിരുന്നു. അവിടെയൊക്കെ ഗുരുവിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു.
അരുവിപ്പുറത്ത് ക്ഷേത്രപ്രതിഷ്ഠയോടനുബന്ധിച്ച് ശിവശതകം എന്ന ഒരു കൃതി നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ആ കൃതിയിൽ 100-ാം പദ്യത്തിൽ നമ്മളോട് എന്താണ് പറയുന്നത്? കുളിർമതി കൊണ്ട് കുളിർത്തു ലോകമെല്ലാം ഒളിത്തിരിളന്നൊരു വെണ്ണിലാവു പൊങ്ങി തെളുതെളെ വീശി വിളങ്ങി ദേവലോകക്കുളം ഇതിൽ ആമ്പൽ വിരിഞ്ഞിടേണമേ. എന്താ പറഞ്ഞേ? എല്ലാവരെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഒരു ദേശത്തെ, അതായത് കേരളമെന്നോ ഭാരതമെന്നോ ഒന്നും ഗുരുവിന്റെ കൃതികളിലില്ല അല്ലേ? ഗുരുവിന്റെ ഓരോ കൃതികളും എടുത്തു നോക്കി, അവിടെ എല്ലാം ലോകം ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും. അവിടെ ഉലകരെ എല്ലാവരെയും ഒന്നിച്ചു കാണുവാനാ പറഞ്ഞേ. പലമത സാരവും ഏകമെന്നു പാരാതെ ഉലകിലൊരാനയിൽ അന്തരെന്ന പോലെ അവിടെയും ഉലകരെന്നാ പറഞ്ഞേ അല്ലേ? അങ്ങനെ എല്ലാവരെയും ഒന്നിച്ചു കാണുക. ഒരു ദേശമെന്നോ ഒരു പ്രദേശമെന്നോ ഒന്നും കാണാതെ എല്ലാവരെയും കുളിർമതി കൊണ്ട് കുളിർത്ത് ലോകം, അതായത് നല്ല ബുദ്ധി കൊണ്ട് ഈ ലോകത്തെ ഒന്നായി കാണുവാൻ വേണ്ടി, ആ ലോകം ഒന്നായി തീർന്ന് പ്രഫുല്ലമായി തീരുവാൻ വേണ്ടി ഏകത്വ ദർശനം കൊണ്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന ആ നവസംസ്കാരം കൊണ്ട് പ്രഫുല്ലമായി തീർന്നെങ്കിൽ എന്ന് ഗുരു ആഗ്രഹിക്കുകയാണ്. വൈജ്ഞാനിക വിജ്ഞാനം കൊണ്ട് വളർന്ന് നമ്മളെല്ലാവരും സ്വർഗസമാനമായി തീരട്ടെ എന്ന് മഹാഗുരു ആ കൃതികളിലൂടെ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് വേണ്ടി. ഇതെല്ലാം പ്രതിഭാധനന്മാരെല്ലാം ഏറ്റുപാടുന്നുണ്ട്. മഹാകവി കുമാരനാശാൻ പാടി, സത്യം ശ്വസിച്ചും സമത്വം കണ്ടും സ്നേഹസത്തു നുകർന്നും കൃതാർത്ഥരാവുവിൻ സധർമ്മത്തൂടെ നടക്കട്ടെ മാനവരിദ്ര സ്വർഗമായി തീരട്ടെ. മഹാകവി കുമാരനാശാൻ തൻ്റെ കല ഇന്ന് മഹാകവി കുമാരനാശാൻ നമ്മളുടെ എല്ലാം മലയാളികളുടെ മനസ്സിൽ എന്നും മായാതെ മഹാഗുരുവിനോടൊപ്പം ചേർത്ത് നിൽക്കുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി, മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കുമാരനാശാൻ തൻ്റെ കൃതികളിലൂടെയെല്ലാം മഹാഗുരുവിന്റെ ആ വലിയൊരു ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ചേർത്ത് നിർത്തി ആ തൻ്റെ കൃതികളിൽ ഓരോന്നിലും ഗുരു എന്താണ് ഉദ്ദേശിച്ചത്, ഗുരുവിന്റെ കൃതികളിലൂടെ അല്ലെങ്കിൽ ഗുരുവിന്റെ കൃതികളിലൂടെയും അതുപോലെ ഗുരുവിന്റെ സന്യസ്തരും ഗൃഹസ്ഥരുമായ ശിഷ്യന്മാരിലൂടെ ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകളിലൂടെ ഇവയിൽ ഓരോന്നും നമ്മൾ കടന്നു പോകുമ്പോൾ ആ മഹാഗുരുവിന്റെ വലിയൊരു ദർശനമാണ് കാണുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് പഠിക്കണമെങ്കിൽ മഹാഗുരുവിനെ മഹാസൗധമായി സങ്കല്പിച്ചുകൊണ്ട് ആ മഹാസൗധത്തിലേക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും കയറി ചെല്ലുവാനുള്ള വാതായനങ്ങളാണ്, ജനാലകളാണ് ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ. ഗുരുവിന്റെ കണ്ടു വണങ്ങിയിട്ട് പോലുള്ള മഹത് വ്യക്തിത്വങ്ങൾ, ഗുരുവിന്റെ സന്യസ്തരും ഗൃഹസ്ഥരുമായ ശിഷ്യന്മാർ, ഇവരുടെ മൊഴികളിലൂടെയും രേഖപ്പെടുത്തുകളിലൂടെയും മാത്രമേ ഗുരുവിനെ നമ്മൾക്ക് നേരാവണ്ണം ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. മഹാകവി കുമാരനാശാൻ ദുരവസ്ഥ എന്ന കൃതിയിൽ സാവിത്രി അന്തർജനത്തെ ചാത്തൻ പുലയന്റെ കുടിലിൽ കൊണ്ടുവരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ജാതിയെ ഇല്ലായ്മ ചെയ്യുവാൻ. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് മഹാഗുരു നമുക്ക് ജാതി നിർണയം എന്ന കവിതയിൽ എഴുതി തന്നിട്ടുണ്ട്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്തം ഗവാമെത നാ ബ്രാഹ്മണാതിരസൈവം ഹാതത്വം വേത്തി കോപിനഹ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരു ആകാരവും ഭേദവും ഇല്ലതിൽ അല്ലെ. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് പറഞ്ഞ മഹാഗുരുവിന്റെ ആ വലിയൊരു ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ദുരവസ്ഥയിലൂടെ മഹാഗുരു സാവിത്രി അന്തർജനം തൻ്റെ വീടും വീട്ടുകാരും ഉപേക്ഷിച്ച് അവർ മലബാർ ലഹളയിൽ അവരെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഓടി അഭയം ചോദിച്ചെത്തുന്നത് എവിടെയാണ്? ആ ചാളക്കുടിലിൽ, ചാത്തൻ എന്ന പുലയുവാവിന്റെ കുടിലിൽ. അവിടെ ചാത്തൻ എന്ന പുലയുവാവ് ജാതിയും മതവും ഒന്നും നോക്കാതെ സാവിത്രി അന്തർജനത്തെ സംരക്ഷിച്ചു. ഉയർന്ന ജാതി ശ്രേണിയിലുള്ള ഒരു സ്ത്രീയെ ഇവിടെ ചാത്തൻ പുലയൻ സംരക്ഷിച്ചപ്പോൾ അവിടെ കുമാരനാശാൻ എന്താണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്? ആ കൃതിയിലൂടെ മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്, അവിടെ മനുഷ്യ സമത്വമാണ് വേണ്ടതെന്ന് നമ്മളെ കാണിച്ചു തരികയായിരുന്നു. അതുപോലെ തന്നെ ദുരവസ്ഥയിൽ ഓരോ വരികളും നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കേ. മുമ്പോട്ട് കാലം കടന്നുപോയിടാതെ മുമ്പേ സ്മൃതികളാൽ കോട്ട കെട്ടി നമ്പൂരാർ വാണരുളുന്ന നാട്ടിൽ എത്രയോ പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും ക്രൂരയാം ജാതിയാൽ ന്യൂനമനസ്സിപ്പോയി ഭാരതമാതാവേ നിൻവയറ്റിൽ. നമ്മുടെ ഇടയിലും ഉണ്ടായിരുന്ന ഒരുപാട് തുഞ്ചന്മാരും കുഞ്ചന്മാരും ഒരുപാട് പെരുമാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? വേദം പഠിച്ചതിന് നാവും തലയും മറക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പുളികുടി കല്യാണം കേട്ടിട്ടുണ്ട്, മഹാഗുരു നിർത്തലാക്കിയ പുളികുടി കല്യാണം. അപ്പോൾ ഗുരുവിനെയും ഗുരുവിന്റെ ശിഷ്യന്മാരെയും ഒക്കെ നമ്മൾ പഠിക്കണം. ഇവരൊക്കെ അതിനുവേണ്ടി ശക്തമായ ഒരു പോരാട്ടം തന്നെ നടത്തിയിട്ടുണ്ട്. ഈ പുളികുടി കല്യാണമൊക്കെ നാഗമ്പട ശ്രീ മഹാദേവ ക്ഷേത്രത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾക്ക് ഏറെ ചരിത്ര പ്രാധാന്യം മഹാത്മ്യം ഒക്കെയുള്ള ഒരു ക്ഷേത്രമാണ്. ഞങ്ങൾ അതിൻ്റെ ഒരു വിഷ്വൽ പ്രസന്റേഷൻ, അതായത് ഈ ക്ഷേത്രത്തെയും ചരിത്രത്തെയും കുറിച്ചൊക്കെ നമ്മൾ
നമ്മളിങ്ങനെ ഞാൻ ഇവിടെ വന്ന് 2 മിനിറ്റ് അല്ലെ 1 മണിക്കൂർ പറഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങളിത് പറയുമ്പോൾ ഓർക്കും ഇതെല്ലാം എനിക്ക് മനസ്സിലായെന്ന്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മറന്നു പോകും. പക്ഷേ നിങ്ങളുടെയൊക്കെ ഹൃദയത്തിലോട്ടൊന്ന് ഒരു ഇച്ചിരിയെങ്കിലും എത്തിക്കണമെന്ന ഒരു ചെറിയൊരു ആഗ്രഹം, അങ്ങനെ മനസ്സിൽ തോന്നിയ ഒരു ആശയത്തിൽ ഞങ്ങൾ ശ്രീ നാഗമ്പട മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും പ്രാധാന്യവും ഒരു വിഷ്വൽ പ്രസൻറ്റേഷനായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 3-4 വേദികൾ ഇപ്പം കഴിഞ്ഞു. അതായത് ഒരു ക്ഷേത്ര സങ്കല്പം എന്ന് പറഞ്ഞാൽ മഹാഗുരു എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്നും ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. അതായത് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണുകളാണ് മഹാഗുരുവിൻ്റെ പ്രജ്ഞ കൊണ്ടും സാധന കൊണ്ടും ഗുരുവിൻ്റെ ആ പുണ്യപാദമണിഞ്ഞ ഓരോ ഭൂമിയും. അപ്പോൾ അതിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതൊക്കെ ഇന്ന് സമൂഹത്തിൻ്റെ നമ്മളെ ഓരോരുത്തരുടെയും മനസ്സുകളിലേക്ക് കൂടെ ഒന്ന് ഏറ്റി ഗുരുദർശനം എത്രത്തോളം അത് നമുക്ക് പ്രാവർത്തികമാക്കിക്കൊണ്ട് വരുവാൻ എന്ന ഒരു ചെറിയൊരു ശ്രമമാണ്. കാരണം ജോൺ ധർമ്മതീർത്ഥർ സ്വാമികളെ കുറിച്ച് ഞാൻ ഇനി പറഞ്ഞു വരാം. അപ്പോൾ അദ്ദേഹം അന്ന് പണ്ട് കാലത്ത് നമ്മൾക്ക് ഈ ഒരു സംവിധാനം, അപ്പോൾ ഇന്ന് അനീഷ് എല്ലാവരുടെയും ജനഹൃദയങ്ങളിൽ എത്തുന്നത് ഗുരുപദൻ TV എന്നൊരു ചാനലൊക്കെ ഉണ്ടാക്കി ഗുരുവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുവാൻ തുടങ്ങിയത് തന്നെ അനീഷിൻ്റെ ആ ഒരു ചാനലിൽ കൂടെയാണ് അല്ലേ, നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ, അതായത് മഹാഗുരുവിൻ്റെ ആ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള സംവിധാനം ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ നമ്മൾ പുരോഗമിച്ചിട്ടില്ല. അന്നത്തെ കാലത്ത് ഈ ജോൺ ധർമ്മതീർത്ഥർ സ്വാമികൾ വെള്ള തുണി വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ പുറകിൽ മാജിക് ലാമ്പ് തെളിയിച്ചിട്ട് ഗുരുവചനങ്ങൾ എഴുതിയും ഫോട്ടോ കാണിച്ചുമൊക്കെ ഗുരുവിൻ്റെ ദർശനം ധാരാളം പ്രചരിപ്പിക്കുമായിരുന്നു. അപ്പോൾ അത് വായിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ 3 പേര് കൂടി തുടങ്ങിയതാണ്. ഇപ്പം ഞങ്ങൾ ഒരാൾക്ക് ജോലി ട്രാൻസ്ഫർ ഒക്കെ ആയിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ 2 പേര് കൂടി ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇപ്പോൾ അങ്ങനെ ആ ജോൺ ധർമ്മതീർത്ഥർ സ്വാമികൾക്കൊക്കെ ഇങ്ങനെയാ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ആകാമെങ്കിൽ ഇന്ന് എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെയും പുരോഗമിച്ച് നമ്മൾക്ക് ഒരു ചെറിയ ശ്രമം നടത്തിക്കൂടെ എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞങ്ങളൊരു വിഷ്വൽ പ്രസൻറ്റേഷൻ ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളുടെ സരസകവീശ്വരം തിരുവല്ലായിലുള്ള ക്ഷേത്രത്തിൽ വന്ന് കാണിച്ചിരുന്നു. അതായത് നമ്മൾ ശരിക്കും ഗുരുവിൻ്റെ ചരിതം പഠിക്കണമെങ്കിൽ, ഗുരുവിൻ്റെ ദർശനം പ്രാവർത്തികമാക്കണമെങ്കിൽ ഗുരു ചെയ്ത മഹാഗുരുവിൻ്റെ ആ പുണ്യഭൂമി, ഗുരു വന്ന് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങൾ, ഗുരുവിൻ്റെ ശിഷ്യന്മാർ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ഈ ക്ഷേത്രങ്ങളിലൂടെയൊക്കെ നമ്മളൊന്ന് സഞ്ചരിക്കണം. വെറുതെ നമ്മൾക്ക് തൊഴുവാൻ വേണ്ടിയല്ല ഗുരു ക്ഷേത്രം പ്രതിഷ്ഠിച്ച് തന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പുളികുടി കല്യാണത്തെക്കുറിച്ചാണ്. ഈ പുളികുടി കല്യാണമൊക്കെ നിർത്തലാക്കുവാൻ വേണ്ടി ഞങ്ങൾ ഈ നാഗമ്പട ക്ഷേത്രത്തിൻ്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് അതിനൊരു ഗവേഷണം നടത്തിയപ്പോഴാണ് അന്ന്, അതായത് ഈ ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ഓരോ ക്ഷേത്ര പ്രതിഷ്ഠകൾ എടുത്തു നോക്കിയാൽ ഇതിൻ്റെയൊക്കെ ഒരു സമാജം, അതായത് ഓരോ സഭകൾ കാണും. കുറേ ചെറുപ്പക്കാർ ചേർന്ന് അന്നത്തെ അവരുടെ ഒരു പ്രവർത്തനം നമ്മളൊന്ന് മനസ്സിലാക്കണം. കുറേ ചെറുപ്പക്കാർ ചേർന്ന് അന്ന് നമുക്ക് വഴി നടക്കുവാനോ സഞ്ചാര സ്വാതന്ത്ര്യം ക്ഷേത്രത്തിൽ പ്രവേശിക്കാനോ ഒന്നും സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നൊരു കാലത്ത്. കാരണം നമുക്കൊരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുവാനോ ഒരു യോഗം കൂടുവാനോ ഒന്നും നമ്മൾക്ക് അവിടെ അനുവാദമില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് ഇവരൊരു സമാജം രൂപീകരിച്ചത്. അതായത് നാഗമ്പട ക്ഷേത്രത്തിന് ഇതിനു മുമ്പൊരു സമാജമായിരുന്നു. ആ സമാജം എന്ന് പറയുന്നത് ആചന്ദ്രധാര പ്രക്ഷോഭിനി സമാജമായിരുന്നു. ആ സമാജത്തിൽ ഒരു 10-16 ചെറുപ്പക്കാർ ചേർന്ന് ആ സമാജം രൂപീകരിക്കുകയും ആ സമാജം രൂപീകരിച്ചിട്ട് അതിനൊരു സെക്രട്ടറിയെ നിയമിതനാക്കും. ആ സെക്രട്ടറിയുടെ നിയന്ത്രണത്തിൽ അങ്ങനെ ആ സമാജം രൂപീകരിച്ച് പിന്നീട് ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ഗുരു വന്ന് അണഞ്ഞ ആ പുണ്യഭൂമി ഗുരുവിനോട് തന്നെ, ഗുരുവിന് ഇഷ്ടമുള്ള സ്ഥലത്താണ് ഗുരു കൂടുതലും വരുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ഗുരുവിനോട് അനുവാദം ചോദിച്ചു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുക. അപ്പോൾ ഇവരുടെ ഈ സമാജത്തിലുള്ളവരുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അന്നത്തെ ആചന്ദ്രധാര പ്രക്ഷോഭിനി സഭയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് കെ ശംഖുവാണ്. ശംഖു എന്ന് പറയുന്നത് അദ്ദേഹം കുളങ്കര വീട്ടിലെ. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയായ കുഞ്ഞമ്മണി ശംഖു എന്ന് പറയും. ആ കുഞ്ഞമ്മണി ശംഖു തൻ്റെ അതായത് തൻ്റെ പ്രിയതമ്മൻ്റെ കാര്യം പത്രത്തിൽ ഒരു റിപ്പോർട്ട് കൊടുത്തത് ഞങ്ങൾക്ക് പ്രമുഖ പത്രമാധ്യമങ്ങളിൽ നിന്ന് ആ റിപ്പോർട്ട് എടുക്കുവാൻ കഴിഞ്ഞു. അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, തനിക്ക് തൻ്റെ ഗർഭാവസ്ഥയിൽ പുളികുടി കല്യാണം, അതായത് ഈ പുളികുടി നിർബന്ധമുള്ള ഒരു ചടങ്ങാണ്. ആ ചടങ്ങ് നടന്നപ്പോൾ ഈ ശംഖു എന്ന് പറയുന്ന അദ്ദേഹം അതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തണ്ട എന്ന് പറഞ്ഞ്. അത് മഹാഗുരു എന്താണ് ആഗ്രഹിച്ചത്? ഇങ്ങനെ ചടങ്ങുകൾ നമ്മൾക്ക് വേണ്ട. എന്തിനാണ് ഈ പുളികൂടി നമ്മൾ നടത്തുന്നത്? നമ്മളുടെ ബുദ്ധി കെട്ടുപോകാൻ. അതുകൊണ്ടല്ലേ നമ്മളുടെ സമുദായത്തിൽ എന്തുകൊണ്ടാണ് നമ്മളുടെ ഈഴവനാദി പിന്നോക്ക വിഭാഗങ്ങളിലൊന്നും വലിയ തുഞ്ചന്മാരും കുഞ്ചന്മാരും ഒക്കെ ഉണ്ടാകാതെ പോയിരുന്നതിന് ബുദ്ധി കെട്ടുപോകുവാൻ വേണ്ടി പുളികുടി കല്യാണം ഒക്കെ നടക്കും. ഇതിനെയൊക്കെ ശക്തമായിട്ട് ഗുരുവിൻ്റെ ശിഷ്യന്മാരും എതിർത്തിട്ടുണ്ടെന്ന് നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ചരിത്ര രേഖകളെല്ലാം പ്രമുഖമായ പത്രമാധ്യമങ്ങളിലൊക്കെ കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ അവർ പുറത്ത് കാണിക്കത്തില്ല. എന്തുകൊണ്ടാണ്? ആ ചരിത്രം ഇറങ്ങി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗ ചരിത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ കേരള ചരിത്രം പരിമിതമേ ഉള്ള സത്യം
എല്ലാവരും മനസ്സിലാക്കും. അത് നമുക്കാണ് മനസ്സിലാകാതെ ഇരിക്കുന്നത്, മറ്റുള്ളവർക്ക് അറിയാം. പക്ഷെ ഈ ചരിത്രം നമ്മൾ അറിയണം, നമ്മുടെ തലമുറകൾ അറിയണം. അങ്ങനെ ആ പുളികുടി കല്യാണമൊക്കെ നിർത്തലാക്കുവാൻ വേണ്ടി ഗുരുവിനോടൊപ്പം ചേർന്ന് നിന്ന് ശക്തമായി ഇങ്ങനെ ഓരോ സമാജങ്ങളൊക്കെ രൂപീകരിച്ച് ഇവരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാറുമറയ്ക്കൽ, ചാന്നാർ ലഹള, ഇതൊക്കെ നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് പുസ്തകത്തിൽ, അതായത് ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ വായിച്ചു പോയിട്ടുണ്ട്. താണിശ്ശേരി ലഹളയെക്കുറിച്ചും അതുപോലെ ചാന്നാർ ലഹളയെക്കുറിച്ചൊക്കെ. ഇതിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ അറിയണം. അന്നൊക്കെ നമ്മൾക്ക് വസ്ത്രം ധരിക്കുവാൻ, ഒരു മേൽമുണ്ട് ധരിക്കുവാൻ നമ്മൾക്ക് അവകാശമില്ലായിരുന്നു. പക്ഷേ 10ഉം 20ഉം റൗക്കുകൾ തയ്പ്പിച്ചിട്ട് അത് എന്താ പറയുന്നത്, അവരെ കൊണ്ട് നിർബന്ധിച്ചിടിപ്പിക്കും. അത് സ്ത്രീകൾ ഇടില്ല, ഇടുന്നവരെ ഇടാത്തവരെ കളിയാക്കുന്ന ഒരു സമ്പ്രദായം. ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ചു പോലും നമുക്ക് നോക്കാൻ പറ്റുമോ? ഇന്ന് നമ്മളൊക്കെ മനോഹരമായ വസ്ത്രം ധരിച്ച് ഇഷ്ടമുള്ളത് ധരിച്ച് എവിടെ വേണമെങ്കിലും നമ്മൾ എന്തെല്ലാം സ്വാതന്ത്ര്യമാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ അന്നത്തെ ആ ഒരു സാഹചര്യം നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്, നമ്മുടെ മുൻ തലമുറകൾ അനുഭവിച്ച ആ യാതനകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ഓരോ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പിന്നിലും ഓരോ സമാജങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സഭയിലുള്ളവരൊക്കെ ഒരുപാട് ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന് ശേഷം മഹാഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ ആ ഗുരുവിൻ്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിച്ചവരാണ്. അങ്ങനെ ഗുരു ഓരോ ക്ഷേത്ര പ്രതിഷ്ഠ നൽകുമ്പോഴും ഗുരുവിന് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് ക്ഷേത്ര പ്രതിഷ്ഠ 1888 മഹാഗുരു ശിവപ്രതിഷ്ഠ നടത്തി തരുമ്പോൾ ഗുരു നമുക്ക് എന്തായിരുന്നു നമ്മുടെ സാഹചര്യം? ക്ഷേത്രപ്രവേശനം നിഷിബ്ധമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ നമ്മൾക്ക് അവകാശമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ കുളിക്കുവാൻ വരെ നമ്മൾക്ക് കാണിച്ചു തരികയായിരുന്നു. ആരാധനാ സ്വാതന്ത്ര്യവും എല്ലാം നമുക്കിത് കാണിച്ചു തന്നത് 1888 ശേഷമാണ്. നമ്മൾ ഭഗവാനെ, അതായത് ക്ഷേത്രത്തിൽ പോയി നമ്മൾക്ക് സ്വാതന്ത്ര്യത്തോടെ നമ്മളുടെ കാര്യങ്ങൾ പറയുവാനും പ്രാർത്ഥിക്കുവാനും സാധിച്ചത്, ഇല്ലേ? പിന്നീട് 1936 കൂടി ക്ഷേത്ര പ്രവേശന വിളംബരം വരുന്നത് എപ്പോഴാണ്? എത്രയും വർഷങ്ങൾക്ക് ശേഷമാണ്. എന്തുകൊണ്ടാണെന്ന് കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കണം. അതായത് ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ ഉള്ളവർ ആരാണ്? അവരെല്ലാവരും ക്ഷേത്രം പെടിഞ്ഞ് അവരുടെ ക്ഷേത്രത്തിൽ മാത്രം പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ അതൊന്നും പറയുവാൻ നിൽക്കുന്നില്ല. എന്തായാലും നമുക്ക് മഹാഗുരു ആണ് ഈ അനുഗ്രഹമെല്ലാം തന്നത്. സ്വന്തമായിട്ട് നമ്മൾക്ക് ക്ഷേത്രം ഉണ്ടാക്കി തരികയും ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി തരികയും അതിലൂടെ ആരാധനാ സ്വാതന്ത്ര്യവും നമുക്ക് ശുചിത്വം വരെ എങ്ങനെയാണ് നമ്മൾ ശുചിത്വം ആചരിക്കേണ്ടത്, അത് പാലിക്കേണ്ടതെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നത് നമ്മുടെ ഗുരുവും ഗുരുവിൻ്റെ ശിഷ്യോത്തന്മാരും ഒക്കെയാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ഓരോ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഗുരു ഓരോ കൃതികൾ നമ്മൾക്ക് എഴുതി തരുന്നുണ്ട്. കോലത്തുകര ക്ഷേത്രം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. കോലത്തുകര ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ കോലതീരശസ്തവം എന്ന് പറഞ്ഞ കൃതിയും നിങ്ങൾക്ക് ഏവർക്കും അറിയാം, അല്ലേ? കോലതീരശസ്തവം എന്ന് പറഞ്ഞാൽ, അതായത് കോലം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരം, തീരം നമ്മൾ തീരത്തടുക്കുക. നമ്മളൊരു ജീവിതത്തിൻ്റെ, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ കരക്കെത്തുക, അതായത് ഒരു തീരത്തെത്തുക എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ നല്ല ലക്ഷ്യങ്ങളോടുകൂടി നമ്മൾ നല്ലതായിട്ട് ജീവിക്കുവാൻ വേണ്ട കാര്യങ്ങളാണ് ആ കൃതിക്കകത്ത്. ഒരു പ്രതിഷ്ഠ നടത്തിയിട്ട് ഗുരു ഒരു കൃതി തന്നെ എഴുതി തരുവാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ആ കൊറോണയൊക്കെ വന്നു നിന്ന് മാസ്ക് ധരിച്ച് മാസ്കായി നമ്മളുടെ വീടുകളിലൊക്കെ ഇരുന്നപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് പാടുകയൊക്കെ, ലോക്ക്ഡൗൺ ആയിട്ട് നമുക്ക് വെളിയിൽ ഇറങ്ങാൻ മേലാതെ നമ്മളുടെ സഹോദരങ്ങൾ, അതായത് നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായ ആ നിമിഷങ്ങളാണ്, അല്ലേ? ഒരുപാട് പേര്, ആ പ്രായമാകാത്തവരും പ്രായമായവരും ഒക്കെ ഒരുപാട് പേര് മരണമടഞ്ഞു പോകും. ഇപ്പോൾ നമ്മളൊക്കെ ചൊല്ലിയൊരു പ്രാർത്ഥനയാണത്. കോലതീശോത്സവത്തിനകത്ത് പറയുന്നുണ്ട്, രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം, ഹേ കാമത കാമാന്തക കാരുണ്യപയോധേ. ആ സൗഖ്യം വരുവാൻ വേണ്ടി മഹാഗുരു നമ്മൾക്ക് കൃതികൾ വരെ തന്നിരിക്കുകയാണ്, അല്ലേ? നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വന്നാലോ, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ പല വഴിക്ക് സഞ്ചരിക്കുമ്പോൾ അതിനെ അടക്കി നിർത്തുവാനും ഒക്കെയാണ് ഗുരു ഓരോ ക്ഷേത്ര പ്രതിഷ്ഠയിലൂടെയും ഒക്കെ ഗുരുവിൻ്റെ ലക്ഷ്യം അതായിരുന്നു. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ഓരോ കൃതികൾ നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുമ്പോൾ ആ കൃതിയിലൂടെ എല്ലാം നമ്മളോട് എന്താണ് പറഞ്ഞു തരുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കണം. ആ കൃതിയുടെ ഓരോ കൃതിയുടെയും ഓരോ തലക്കെട്ട് കാണുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഇന്ന കൃതിയാണ്, ആ കൃതി എത്ര പദ്യമുണ്ടെന്ന് വരെ, അല്ലെ? വേറെ ആർക്കെങ്കിലും അങ്ങനെ എഴുതി തരുവാൻ സാധിച്ചിട്ടുണ്ടോ? ആ കൃതിയിലെല്ലാം നമ്മളോട് പറയുന്നത്, അതായത് ഒരു വിനായക അഷ്ടകം എന്ന കൃതി വിനായകനെ സ്തുതിച്ചുകൊണ്ട് 8 പദ്യങ്ങളാണ്. ഒരുപക്ഷെ ഗുരു ആ ഒരു തലക്കെട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഊഹിക്കാം, വേറൊരാൾ 4 വരി അതിന്റെ താഴെയിലോട്ട് എഴുതിയാൽ അത് വിനായക അഷ്ടകമായി മാറുമോ? ഇല്ല. ആരെങ്കിലും ഒരു 4 വരിയും കൂടെ എഴുതിയാൽ അത് അഷ്ടകമല്ല. അപ്പം മഹാഗുരു ഗുരുവിന്റെ കൃതികളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉടനീളം എന്താണോ പാലിച്ചു പോകേണ്ടത്,
നമ്മൾ എങ്ങനെയാണോ ജീവിക്കേണ്ടത്, ഓരോ കൃതി എടുത്ത് പരിശോധിക്കുമ്പോഴും ഓരോ ദേവതാ സങ്കല്പത്തിൽ തന്നിരിക്കുന്ന ഓരോ കൃതിയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്കറിയാം അതിലെന്താണ്. മഹാഗുരുവിൽ എത്തി നിൽക്കുകയാണ്, അവിടെ എത്തിച്ചേരുകയാണ്, ആ പരബ്രഹ്മത്തിൽ എത്തിച്ചേരുകയാണ് നമ്മൾ. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകരുതെന്ന് വിചാരിച്ചായിരിക്കും ഒരുപക്ഷെ ഗുരുവിൻ്റെ ഓരോ കൃതിക്കും ഓരോ തലക്കെട്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ ആ കൃതികളെല്ലാം 64ഓളം കൃതികളുണ്ട് മഹാഗുരുവിന്. ആ കൃതികളെല്ലാം ഇന്ന് നമ്മളുടെ കൈകളിൽ ഇരിക്കുമ്പോൾ ആ കൃതികളെക്കുറിച്ച് നമ്മൾ ആ കൃതികൾ എങ്ങനെ നമ്മളുടെ കയ്യിൽ കിട്ടിയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ മുമ്പേ പറയാൻ വന്നത്, നമ്മളുടെ ആ വെള്ളത്തുണി വലിച്ചു കെട്ടി മാജിക് ലാമ്പ് പുറകിൽ കത്തിച്ചു വെച്ചിട്ട് ഗുരുവചനങ്ങൾ എഴുതിയും ഗുരുദേവ ചിത്രങ്ങൾ കാണിച്ചും ഗുരുദേവ ദർശനം പ്രചരിപ്പിക്കുന്ന ജോൺ ധർമ്മതീർത്ഥർ സ്വാമികളെ കുറിച്ച് പറഞ്ഞില്ലേ? ഈ ജോൺ ധർമ്മതീർത്ഥർ സ്വാമികൾ മഹാഗുരുവിൻ്റെ, അതായത് ഗുരു ഒരു സ്ഥലത്തിരുന്ന് എഴുതി നമുക്ക് തന്നതല്ല ഈ 64ഓളം കൃതികൾ. പല സന്ദർഭങ്ങളിൽ പല ഭാഗത്തിരുന്നിട്ട് ഗുരുവിൻ്റെ ആ തിരുവുള്ളത്തിൽ നിന്നും ഊറി വന്ന കാവ്യ തല്ലജങ്ങളാണ് ഗുരുവിൻ്റെ ഓരോ കൃതികളും നമ്മളുടെ കൈകളിൽ ഇന്ന് കിട്ടിയിരിക്കുന്ന അമൃത വല്ലരികൾ. അതായത് ചെമ്പഴന്തി വൽവാരം വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും പുത്രനായി സർവോത്കൃഷ്ടമായി ചതയം നാളിൽ പൂജാതനായ നാരായണൻ നൈന്ദ്രികവും കഠിനവും അന്നപരാധികളെ വിസ്മരിച്ചുകൊണ്ടും ഗുരുവെന്ന പരമപദത്തിലെത്തി. ആ സത്യത്തെ ഉപനിഷത് സൂക്തികളിലൂടെയും ഗുരുവിന്റെ ആത്മകഥാകഥനം എന്ന് പറയാവുന്ന ആത്മാനന്ദ അനുഭവമായ അമൃത വല്ലരികളിലൂടെയും നമ്മൾക്ക് പകർന്നു തരികയായിരുന്നു. ആ അമൃത വല്ലരികൾ മഹാഗുരു ഓരോ സന്ദർഭങ്ങളിൽ ആ തിരുവുള്ളത്തിൽ നിന്നും ഊറി വന്ന കാവ്യതല്ലജങ്ങൾ തൻ്റെ സഹീർത്തന്മാരും ശിഷ്യന്മാരും ഒക്കെ എഴുതിയെടുത്തിരുന്നു. ഇതെല്ലാം ഒരു ബുക്കിൽ, ഒരു നോട്ട് ബുക്കിൽ അതെല്ലാം ക്രോഡീകരിച്ച് ഒന്നിച്ചാക്കിയതാണ് ഈ ജോൺ ധർമ്മതീർത്ഥർ സ്വാമികൾ. ജോൺ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ ഒരുപക്ഷെ ചിന്തിക്കും മതം മാറിപ്പോയ സന്യാസി വരിയെന്ന്. ഈ സന്യാസി വരിയനെ നമ്മൾ പഠിക്കേണ്ടതാണ്. മഹാഗുരുവിൻ്റെ ഈ ഏകലോക ദർശനമൊക്കെ ഇന്ന് ലോകമെമ്പാടും ഗുരുവിൻ്റെ ദർശനം പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പ്രയത്നിച്ച ഒരു ഗുരുദേവ ശിഷ്യനാണ് ഈ ജോൺ ധർമ്മതീർത്ഥർ സ്വാമികൾ. തനിക്ക് വലിയ ഒരു ജോലിയുമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഉയർന്ന സാമ്പത്തികമൊക്കെയുള്ള ഒരു യാഥാസ്ഥിക നായർ തറവാട്ടിലെ പി പരമേശ്വര മേനോൻ എന്നറിയപ്പെടുന്ന ഒരു യുവാവായിരുന്നു. അദ്ദേഹം ഉയർന്ന ജോലി കിട്ടി, അതായത് ഹൈക്കോടതി ജഡ്ജിയായിട്ടൊക്കെ ജോലി കിട്ടി. അദ്ദേഹം ആ ജോലിയിലൊന്നും തുടർന്നു പോകാതെ ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ താല്പര്യം, കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിനുമൊക്കെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യമായുണ്ട്. അദ്ദേഹവും തൃശ്ശൂരൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമ്മളുടെ മഹാഗുരുവിൻ്റെ അനന്തരഗാമിയായി അഭിഷേകം ചെയ്ത ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ ഇനി വിഗ്രഹ പ്രതിഷ്ഠ പാടില്ല, ജാതി എന്ന് പറയുന്ന സമ്പ്രദായം വേണ്ട എന്നൊക്കെ ശക്തമായി എതിർത്തിരുന്ന ബോധാനന്ദ സ്വാമികൾ ഗുരുവിനെ കുറിച്ച്, ഗുരുവിന്റെ ദർശനത്തെ കുറിച്ച് വലിയ കാഹളം മുഴക്കിക്കൊണ്ട് തൃശ്ശൂരിലൊക്കെ പ്രകമ്പരം കൊള്ളിച്ചുകൊണ്ട് പ്രസംഗങ്ങൾ നടത്തുന്നത് കാണുവാനിടയായി ജോൺ ധർമ്മതീർത്ഥ സ്വാമികൾ. ബോധാനന്ദ സ്വാമികളെ കുറിച്ചൊന്നും നിങ്ങളോട് കൂടുതൽ പറയേണ്ട കാര്യമില്ല. മഹാഗുരുവിന്റെ അനന്തരഗാമി, അതായത് തൻ്റെ 17ാമത്തെ വയസ്സിൽ വേലായുധൻ എന്ന ആ കുട്ടി ഹിമാലയത്തിൽ പോയി തപസ്സനുഷ്ഠിച്ചു. 17 വയസ്സുള്ള കുട്ടി എന്തിനാണ് ഹിമാലയത്തിൽ പോയി തപസ്സനുഷ്ഠിച്ചതെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തിനാണ് ഈ 17 വയസ്സുള്ള കുട്ടി ഹിമാലയത്തിൽ പോയി തപസ്സനുഷ്ഠിച്ചത്? അതായത് മഹാവി കുമാരനാശാൻ ദുരോസ്തിയിൽ പാടി വെച്ചിട്ടുണ്ട്, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവർ ഇങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. അങ്ങനെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, അതായത് താഴ്ന്ന ജാതിയാണെന്നുള്ള പേരിൽ നമ്മളെ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്നു. അങ്ങനെ ആ കുട്ടിക്കും തൻ്റെ ചെറുപ്പകാലത്ത് തൻ്റെ തൻ്റെ അമ്മയുടെയും ചെറിയച്ഛൻ്റെയും ഒക്കെ കൂടി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല. പക്ഷേ കുട്ടിയോട് പറഞ്ഞു ഇതെന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു, നമ്മളൊക്കെ ഭ്രഷ്ട് കൽപ്പിച്ചവരാണ്, ജാതിയിൽ താഴ്ന്നവരാണ്, നമ്മൾക്ക് ക്ഷേത്രത്തിൽ കയറുവാൻ സാധിക്കില്ല എന്ന്. പക്ഷേ കൊച്ചുകുട്ടിക്കുണ്ടോ മനസ്സിലാകുന്നു ക്ഷേത്രത്തിൽ കയറുവാൻ സാധിക്കാത്തത് എന്താണെന്നൊന്നും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. കുട്ടി എന്ത് ചെയ്തു? അമ്മയുടെയും ചെറിയച്ഛൻ്റെയും ഒക്കെ കണ്ണ് വെട്ടിച്ച് ക്ഷേത്രത്തിനകത്ത് കയറി. പക്ഷേ ക്ഷേത്രത്തിനകത്ത് കയറുന്നത് ഈ ജാതി കോമരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെന്ത് ചെയ്തു? ഉറഞ്ഞു തുള്ളുകയാണ്. അതായത് കുട്ടി ക്ഷേത്രത്തിനകത്ത് കയറിയപ്പം ക്ഷേത്രം അശുദ്ധമായി. ഇനി എന്താണ് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പുറകെ ഓടിച്ചെല്ലുകയാണ്. ഈ ചെറോണമ്മയുടെ ഇക്കോരന്റെയും പുത്രനായി ഈഴവൻപറമ്പ് തറവാട്ടിൽ ജനിച്ച ഈ വേലായുധൻ എന്ന കുട്ടി പേടിച്ച് കരഞ്ഞുകൊണ്ട് തൻ്റെ അമ്മ കെട്ടിപ്പിടിച്ചു, അതായത് പ്രഹരിച്ചു, ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് ഓടി. അവിടെ ചെന്നപ്പോൾ ഇക്കോരൻ വെളിയിലിറങ്ങി നിൽക്കുകയാണ്. എന്തു പറ്റി?
എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ കുട്ടി എൻ്റെ കണ്ണ് വെട്ടിച്ച് ക്ഷേത്രത്തിനകത്ത് കയറി, അതുകൊണ്ട് ജാതി കോമരങ്ങളെല്ലാം നമ്മളുടെ പുറകെ വരുന്നുണ്ട്, നമ്മളുടെ കുട്ടിയെ അവർ ഉപദ്രവിക്കും, കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇവരെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇക്കോരൻ ഒരു നല്ലൊരു സാമ്പത്തികമൊക്കെയുള്ള കുടുംബത്തിലായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കൊണ്ടൊക്കെയാണ് ഈ സവർണർ എന്ന പേര് മാത്രമേ ഉള്ളൂ. ഇവർ സാമ്പത്തികമായിട്ട് പുറകോട്ടായതുകൊണ്ട് ഇക്കോരൻ്റെ ചിലവിലാണ് മിക്കവരും കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇക്കോരൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും എൻ്റെ കുട്ടി ചെയ്ത അപരാധത്തിന് വേണ്ടി ചെയ്തു കൊള്ളാം, അതുകൊണ്ട് നിങ്ങൾ ഇവനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. എത്ര രൂപ വേണമെങ്കിലും സംഭാവന ചെയ്തോളാം. പക്ഷെ ഇക്കോരൻ്റെ ആ വിനയത്തോടെയുള്ള സംസാരവും അതുപോലെ തന്നെ ഇക്കോരൻ്റെ ചെലവിൽ കഴിയുന്ന കുറേ സവർണരും ഉണ്ടായിരുന്നത് കൊണ്ട് ഇക്കോരൻ പറഞ്ഞത് കേട്ട് ഇവർ തിരിച്ചു പോവുക. പക്ഷേ വേലായുധൻ എന്ന ഈ കുട്ടിക്ക് തൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയായി. തൻ്റെ അച്ഛൻ ജാതിയുടെ പേരിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വന്നു. അന്നു മുതൽ ഒരു തീരുമാനമെടുത്തു, ഇനിയും ക്ഷേത്ര പ്രതിഷ്ഠ വേണ്ട, ഞാൻ ഇനി ഒരിക്കലും ക്ഷേത്രത്തിൽ പോകില്ല. ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായത്, ജാതിയുടെ പേരിലല്ലേ. അപ്പോൾ ഈ കുട്ടിയുടെ അന്തർമുഖത അവൻ്റെ സഹജ സ്വഭാവമായിരുന്നു. പിന്നീട് അദ്ദേഹം എപ്പോഴും ധ്യാനത്തിലൊക്കെ ഇരിക്കുക. പക്ഷെ ഇതൊക്കെ കണ്ട് ഇക്കോരനും ചെറോണമ്മയ്ക്കും വലിയ സങ്കടമായി. അവരൊരു തീരുമാനമെടുത്തു, അവൻ്റെ ജ്യേഷ്ഠൻ്റെ വിവാഹത്തോടൊപ്പം അവൻ്റെ വിവാഹവും നടത്തണം. അങ്ങനെ അവൻ്റെ വിവാഹവും നടത്താൻ തീരുമാനിച്ചത് അവൻ അറിയാതെ അവൻ്റെ ജ്യേഷ്ഠൻ്റെ വിവാഹത്തിൻ്റെ അന്നാണ് അവനോട് പറയുന്നത്. വേലായുധൻ ഒത്തിരി എതിർത്തു, ഇനി എനിക്ക് വിവാഹം വേണ്ട. അവൻ്റെ ചെറിയച്ഛനോട് ചെന്ന് പരാതിയൊക്കെ പറഞ്ഞു. പക്ഷെ ചെറിയച്ഛൻ പറഞ്ഞു, നിന്റെ അച്ഛനും അമ്മയും പറയുന്നത്, മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കണം, നീ വിവാഹം ചെയ്യണം. അവൻ്റെ ചെറിയച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വേലായുധൻ വിവാഹം കഴിച്ചു. പക്ഷെ വിവാഹം കഴിച്ചെങ്കിലും അദ്ദേഹം കുറച്ചു നാളെ കൂടെ താമസിച്ചു. 2 കുട്ടികളൊക്കെ ആയിട്ടും പിന്നെയും അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഈ ജാതി ഇല്ലായ്മ ചെയ്യണം, അതുപോലെ വിഗ്രഹ പ്രതിഷ്ഠയൊക്കെ പാടില്ല, ഒരു സന്യാസിയാകണം എന്ന ആഗ്രഹമായിരുന്നു മനസ്സിൽ. അങ്ങനെ അദ്ദേഹം വീട് വിട്ടിറങ്ങിയാണ്. എന്തിൻ്റെ പേരിലാണ് 17-ാം വയസ്സിൽ വീട് വിട്ടു പോകുന്നത്? ജാതിയുടെ പേരിൽ താൻ അനുഭവിച്ച യാതന, തനിക്ക് നല്ല സാമ്പത്തികമൊക്കെ ഉണ്ടായിട്ടും ഇവിടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം വീട് വിട്ടിറങ്ങി ഹിമാലയത്തിൽ പോയി തപസ്സനുഷ്ഠിച്ചു. ധാരാളം സന്യാസി വര്യന്മാരെയൊക്കെ സമ്പാദിച്ച് ധർമ്മപട സംഘമൊക്കെ രൂപീകരിച്ച് തിരിച്ചു വന്ന് ഇവിടെ കൊച്ചിയിലും മലബാറിലുമൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് നേടിത്തന്നു. അങ്ങനെ തലശ്ശേരിയിലുമൊക്കെ, അതായത് കവലകളിലൊക്കെ ചെന്ന് നിന്ന് ബോധാനന്ദ സ്വാമികളും അദ്ദേഹത്തിൻ്റെ ധർമ്മപട സംഘത്തിലുള്ള ആൾക്കാരും ഒക്കെ ചേർന്ന് വലിയ പ്രസംഗങ്ങൾ നടത്തുകയാണ്. ഇനി ക്ഷേത്രപ്രതിഷ്ഠ വേണ്ട, ജാതിയുടെ പേരിൽ ഇനി ഇവിടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ മഹാഗുരു പ്രതിഷ്ഠ നടത്തുവാൻ വരികയാണ്. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് ഇവർ തലശ്ശേരിയിലും ചെല്ലുകയാണ്. അപ്പോൾ ഇവർ കവലയിൽ പ്രസംഗം നടത്താൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് മൂർക്കോത്ത് കുമാരൻ ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ, അതായത് മഹാഗുരുവിനെ അവിടെ ക്ഷണിച്ചുകൊണ്ട് വന്ന ശിഷ്യന്മാരൊക്കെ ഈ ബോധാനന്ദഗിരി സ്വാമികളായി മാറിയിട്ട് തിരിച്ചു വരുന്ന ഈശ്വരാനന്ദ മണ്ഡലേശ്വരി സ്വാമികളിൽ നിന്ന് അവിടുന്ന് ബോധാനന്ദഗിരി സ്വാമികളായിട്ടോ ഈ ബോധാനന്ദഗിരി സ്വാമികളെ വന്ന് കണ്ടിട്ട് ഇവർ പറഞ്ഞു, ഇങ്ങനെ പ്രസംഗം നടത്തരുത്, ഞങ്ങൾ ഒരു വിധത്തിലാണ് ഇവിടെ ആളുകളെ വിളിച്ചുകൂട്ടി ഒരു പ്രതിഷ്ഠ നടത്തുവാൻ വേണ്ടി മഹാഗുരുവിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഗുരുവിനെ വന്ന് കണ്ടിട്ടൊന്ന് പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രസംഗമൊക്കെ നടത്തിക്കോളൂ, ഞങ്ങളുടെ ഗുരുവിനെ ഒന്ന് വന്ന് കാണുവാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. അങ്ങനെ ഈ ബോധാനന്ദഗിരി സ്വാമികൾ ഗുരുവിനെ കാണുവാൻ ചെല്ലുന്നു. മഹാഗുരുവിൻ്റെ അടുക്കലോട്ട് ചെല്ലും തോറും എന്നിൽ നിന്നും എന്തോ അലിഞ്ഞു പോയതുപോലെ തോന്നുന്നെന്നാണ് പറഞ്ഞേ. അപ്പോൾ അങ്ങനെ ചെന്ന് നമസ്കരിച്ചു, വീണ്ടും എഴുന്നേറ്റ് നിന്ന് വീണ്ടും നമസ്കരിച്ചു. അപ്പോൾ ഈ ബോധാനന്ദ സ്വാമികളുടെ കൂടെയുള്ള ധർമ്മപട സംഘത്തിലെ ശിഷ്യന്മാരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത് ഞങ്ങളുടെ ഗുരുവിന് ഇത് എന്ത് പറ്റി? ഗുരുവിനെതിരെ വിഗ്രഹ പ്രതിഷ്ഠയ്ക്കെതിരെ സംസാരിക്കാൻ വന്ന ഈ ഞങ്ങളുടെ ഗുരുവിന് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ എതിർപ്പറിയാതെ സർവ്വതിന്മകളെയും എതിർത്തു തോൽപ്പിക്കുന്ന മഹാഗുരുവിലോട്ട് അലിഞ്ഞു ചേരുകയായിരുന്നു ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ. ആ ബോധാനന്ദ സ്വാമികൾ ഗുരുവിൻ്റെ കൽപ്പന പ്രകാരവും അല്ലാതെയും പിന്നീട് എത്ര പ്രതിഷ്ഠകൾ നടത്തിയെന്ന് നമുക്കറിയാം. അതായത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ മഹാഗുരു കർമ്മകാണ്ഡത്തിൽ ലയിച്ചിരുന്നപ്പോൾ തന്നെ ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി. അങ്ങനെ ഗുരുവിനോടൊപ്പം ചേർന്ന് നിന്ന് ധാരാളം പ്രതിഷ്ഠകൾ നടത്തുകയും ഗുരുവിൻ്റെ കൽപ്പന പ്രകാരവും അല്ലാതെ അങ്ങനെ ആ മഹാഗുരുവിൻ്റെ കൽപ്പന പ്രകാരം കളവങ്കോട്ട് ശിവപെരുമാനെ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഗുരുവ് പറയുന്നുണ്ട് ഒരു ഈശ്വര പ്രാർത്ഥന എഴുതുവാൻ. അങ്ങനെ നമ്മൾക്കൊക്കെ അറിയാം, നമ്മളുടെ ശിവഗിരി മഠത്തിൻ്റെ ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ധ്യാനത്തിലൊക്കെ ചൊല്ലുന്ന ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ എന്ന പ്രാർത്ഥന, ഈ പ്രാർത്ഥനയൊക്കെ എഴുതിയത് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളാണ്. നമ്മളൊക്കെ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴത്തേക്ക് ഓർക്കേണ്ട ഒരു മഹത് വര്യൻ തന്നെയാണ്, സന്യാസി വര്യനാണ് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ. അതുപോലെ അദ്ദേഹം കത്തുകളൊക്കെ എഴുതിയിരുന്നതും കവിതയിലൂടെയാണ്. അതുപോലെ നമുക്ക് കൊച്ചിൻ നാഷണലൈസ് ബാങ്ക്, അതായത് സാമ്പത്തിക ക്രയവിക്രയങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് സാമ്പത്തിക ഇടപാടുകൾ നടത്തുവാൻ വേണ്ടി സാഹചര്യം മഹാഗുരുവിൻ്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ഒരു ബാങ്ക് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കി തരികയുണ്ടായി. അതുപോലെ താണശ്ശേരി ലഹള,
10 ദിവസത്തെ പുലയെ ആചരിച്ച് 11-ാം ദിവസം പുല വീഴണമെന്ന ആ വലിയൊരു ദർശനം നമ്മൾക്ക് ഇവിടെ അതായത് നമ്മളുടെ ഈ അധസ്ഥിതരായ വിവാഹക്കാർക്ക് ഒരു ഏറ്റവും, അതായത് പുലയെ ആചരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ വിഭാഗമായിട്ട് തിരിച്ചിരിക്കുക. പുലയർക്ക് 32 ദിവസം, ഈഴവർക്ക് 16 ദിവസം, ബ്രാഹ്മണർക്ക് 10 ദിവസം. ഇതെന്തിനു വേണ്ടിയാണ് എന്ന ഗുരു ചോദിക്കുന്നത്. കാരണം ഗുരു എന്താ നമുക്ക് പറഞ്ഞു തന്നത്? മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്തം ഗവാമെതാൻ ആ ബ്രാഹ്മണാതിര ശൈവം ഹാതത്വം വേത്തി കോപിനഹ. അല്ലെ, മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെങ്കിൽ എന്തിനാണ് വേർതിരിവ്? എല്ലാ മനുഷ്യരും ഒരു ഈശ്വരന്റെ സൃഷ്ടിയല്ലേ, പിന്നെ അവിടെ വേർതിരിവിന്റെ ആവശ്യമില്ല. അപ്പൊ എല്ലാവർക്കും ഒരേ പുലയെ ആചരിച്ചാൽ മതി എന്ന് പറഞ്ഞ്. പക്ഷേ ബോധാനന്ദ സ്വാമികൾ തന്റെ ബന്ധു വീട്ടിൽ അങ്ങനെ ഒരു പുലയെ ആചരിക്കുവാൻ വന്നപ്പോൾ അദ്ദേഹത്തെ വലിയ മന്ത്രി, തിരുവിതാംകൂറിലേക്ക് വലിയ മന്ത്രിമാരൊക്കെ വന്ന് എതിർത്തു. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തേ? കിണറിന് ചുറ്റുമുള്ള കല്ലുകൾ വരെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനെ എതിർത്തത്. താണിശ്ശേരി ലഹള എന്നറിയപ്പെടുന്ന 10 ദിവസത്തെ പുലയെ ആചരിച്ച് 11-ാം ദിവസം പുല വീഴണമെന്ന് തന്റെ ഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ നടത്തിയാൽ മതിയെന്ന് വലിയ കർക്കശമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ലഹള നടത്തിയതും ബോധാനന്ദ സ്വാമികളാണ്. ആ ബോധാനന്ദ സ്വാമികളെയൊക്കെ നമ്മൾ പഠിക്കണം. ആ ബോധാനന്ദ സ്വാമികളെയാണ് ഈ പരമേശ്വര മേനോൻ, അതായത് ഗുരുവിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഗുരുവിന്റെ ദർശനം ഈ ലോകം എങ്ങും എത്തിക്കുവാൻ വേണ്ടി നടന്ന ആ സന്യാസി വര്യനെ കണ്ടുമുട്ടുകയും അങ്ങനെ ഗുരുവിൽ ആകർഷനായി ഈ പരമേശ്വര മേനോൻ ഗുരുവിനെ കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുമ്പോൾ വടക്കാഞ്ചേരി പറളിക്കടവ് ക്ഷേത്രത്തിൽ മഹാഗുരു വരുന്നുണ്ട് എന്നറിഞ്ഞ് അവിടെ പോയി ഈ ബോധാനന്ദ സ്വാമികളോടൊപ്പം പരമേശ്വര മേനോൻ കാണുകയും അങ്ങനെ ഗുരുവുമായിട്ട് സംസാരിച്ചിരുന്നു. ആ മഹാഗുരുവിനെ തൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ശിവഗിരിയിലേക്ക് പോവുകയും ശിവഗിരിയിൽ ചെന്ന് 1928 ജനുവരി 9 ശ്രീനാരായണ ധർമ്മസംഘം രൂപീകരിക്കുമ്പോൾ അതിന് ജനറൽ സെക്രട്ടറി ആയിട്ട് മഹാഗുരു ഈ പരമേശ്വര മേനോൻ BA LLB നിയമിതനാക്കി. കാരണം എന്താണ്? ഇദ്ദേഹം ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് ആയിരുന്നു. അദ്ദേഹം ആ ജോലി രാജിവെച്ചിട്ടാണെന്ന് ഗുരുവിന് മനസ്സിലായി. കാരണം നിയമാവലിയൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതുവാൻ ഒരു നിയമം പഠിച്ച ഒരാൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കി. അങ്ങനെ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ മഹാഗുരുവിന്റെ മഹാസമാധിക്ക് ശേഷം 3-ാം ദിവസം സമാധിയാകുകയാണ്. അതിനുശേഷം അതിൻ്റെ അടുത്ത മഠാധിപതിയായിട്ട് ഗോവിന്ദാനന്ദ സ്വാമികൾ വരികയാണ്. ഗോവിന്ദാനന്ദ സ്വാമികൾ മഠാധിപതിയായിട്ട് ഇരുന്ന സമയത്തും വളരെ കൃത്യമായിട്ട് കണക്കുകളൊക്കെ എഴുതുകയും കാഞ്ചീപുരത്ത് അദ്ദേഹം പോയപ്പോൾ അവിടെയും ചെന്ന് ശിവഗിരിയിലെ കണക്കുകളൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു അണുവിട പോലും പൈസയ്ക്കൊന്നും കുറവ് വരാതെ കണക്കുകളെല്ലാം കൊണ്ട് കാണിച്ച് അങ്ങനെ കൃത്യമായിട്ട് ജോലികൾ ചെയ്തു വരുന്ന സമയത്താണ് ഗോവിന്ദാനന്ദ സ്വാമിയും സമാധിയാകുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ജാതി പിശാചികൾ, അതായത് ഉയർന്ന ജാതിയിലുള്ള ഒരു യാഥാസ്ഥിക നായർ തറവാട്ടിലെ അംഗമാണ് ഈ പരമേശ്വര മേനോൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജാതിയുടെ പേരിൽ വേട്ടയാടാൻ തുടങ്ങി. അദ്ദേഹം അതുകൊണ്ട് മനസ്സുമടുത്ത് വടക്കേ ഇന്ത്യയിലേക്ക് യാത്രയാകുകയാണ്. ഈ വടക്കേ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹം കണ്ടുമുട്ടുന്നുണ്ട് ഒരാളെ. ആ വടക്കേ ഇന്ത്യയിൽ പോകുമ്പോഴും ഒക്കെ ഗുരുദേവ ദർശനം പ്രചരിപ്പിക്കുവാൻ വേണ്ടി, അതായത് ഇവിടുന്ന് പോയെന്ന് പറഞ്ഞ് മഹാഗുരുവിനെ അദ്ദേഹം മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞില്ല. ഗുരുവിന്റെ ദർശനമൊക്കെ പ്രചരിപ്പിച്ച് നടന്നു. അങ്ങനെ ഈ ജാതിയുടെ പേരിൽ താൻ അനുഭവിക്കുന്ന യാതനകളൊക്കെ എഴുതി ഒരു പുസ്തകം ഉണ്ടാക്കി. ആ പുസ്തകം ഡോക്ടർ BR അംബേദ്കർ കാണുവാനിടയായി. ഉടനെ അംബേദ്കർ പറയുന്നുണ്ട് ഞാനും ഇങ്ങനെ ഒരു പുസ്തകം എഴുതുവാനിരുന്നതാണെന്ന്. കാരണം അംബേദ്കറിന്റെയൊക്കെ ജീവചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കാണാം, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലങ്ങളിൽ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തുവാൽ പോലും അതിനുള്ള ശിക്ഷകൾ, അതായത് വെള്ളം കുടിക്കുവാൻ പോലും ഒരു സ്വാതന്ത്ര്യമില്ലായിരുന്നു. അതായത് പഠിക്കുവാൻ ചെല്ലുമ്പോൾ തറയിൽ പാവിരിച്ചിരുന്ന് പഠിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ജാതിയുടെ പേരിൽ അവരൊക്കെ അനുഭവിച്ച യാതനകൾ ഒക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. അങ്ങനെ ഈ പരമേശ്വര മേനോൻ എഴുതിയ ബുക്ക് കണ്ടിട്ട് അംബേദ്കർ പറഞ്ഞു എനിക്കും ഇങ്ങനെ എഴുതണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഗുരുവിന്റെ ദർശനമൊക്കെ അറിയുവാൻ ഇടയായിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾ 14 മുതൽ 17 വരെയുള്ള ആ ഭരണഘടനയുടെ ആ മൂല്യവാക്യങ്ങൾ നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ അവിടെ എന്താ? സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, ഇതാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലേ. ഗുരു 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഗുരു നമ്മൾക്ക് തന്ന വലിയൊരു സന്ദേശമുണ്ട്. എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാമിതെന്ന്. ആ വലിയൊരു സന്ദേശം തന്നെയല്ലേ ഇവിടെ നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ നമ്മളെ എല്ലാവരും ചേർത്ത് നിൽക്കുവാൻ വേണ്ടി ആ സന്ദേശം ഡോക്ടർ BR അംബേദ്കറും നമുക്ക് തരുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഗുരുവിന്റെ ഗൃഹസ്ഥരും സന്യസ്തരുമായ ശിഷ്യന്മാരൊക്കെ ഈ ഗുരുവിനെ കുറിച്ച് ഗുരുവിന്റെ ദർശനം ഈ ലോകമെങ്ങും പ്രചരിപ്പിക്കുവാൻ നടന്നപ്പോൾ എല്ലാവരും ഒന്നായി തീരണമെന്ന മഹാഗുരുവിന്റെ ദർശനം നമ്മൾക്കൊക്കെ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ഈ ലോകമെങ്ങും ഇനിയും മുന്നോട്ട് പോകുമ്പോഴും ഇത് തന്നെയാണ്. കാരണം ഗുരുവിന്റെ ഒരു ഏകലോക ദർശനമായിരിക്കും ഇനിയും വരും കാലങ്ങളിൽ. ഏതൊരു കാലത്തിനും കാലാതീതമായ
വലിയൊരു ദർശനമാണ് ഗുരു നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ ഈ ജോൺ ധർമ്മതീർത്ഥ സ്വാമികൾ ആ വടക്കേന്ത്യയിലൊക്കെ പോയി ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു വന്ന് പിന്നീട് ശാരദാ മഠത്തിൻ്റെ 25ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ ഇവിടെ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്ന് അതിൻ്റെ പരിപാടിയിലെല്ലാം പങ്കെടുത്തു. പക്ഷേ പിന്നീടും അദ്ദേഹത്തെ ജാതിയുടെ പേരിൽ വലിയ യാതനകൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ മതത്തിൽ നിന്നാൽ, ഈ ഹിന്ദു മതത്തിൽ നിന്നാൽ എനിക്ക് എൻ്റെ ഗുരുവിനെ പ്രചരിപ്പിക്കുവാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം, ഈ മതത്തിൽ നിന്നാലും ഗുരുവിനെ പ്രചരിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷെ വേറെ ഏത് മതത്തിൽ പോയാലും ഗുരുവിൻ്റെ തിരുവചനം നമുക്ക് പ്രചരിപ്പിക്കാം. കാരണം ഗുരു ഒരു ദേശത്തെയോ ഒരു ജാതിയെയോ ഒരു മതത്തെയും കുറിച്ചല്ല ഗുരു നമുക്ക് ദർശനം പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏത് മതത്തിൽ പോയാലും ഗുരുവിൻ്റെ ദർശനം പ്രചരിപ്പിക്കാം. അതവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹം ഒരു മതം മാറുകയാണ്. അങ്ങനെ മതം മാറുമ്പോൾ ഇദ്ദേഹത്തിനോട് എല്ലാവരും പറഞ്ഞു, മതം മാറുന്നെങ്കിൽ മഹാഗുരു കൊടുത്തിയൊരു നാമമുണ്ട്, ധർമ്മതീർത്ഥർ സ്വാമികൾ. അതായത് പരമേശ്വര മേനോൻ സന്യാസി ദീക്ഷ സ്വീകരിച്ചപ്പോൾ കിട്ടിയ പേരാണ് ധർമ്മതീർത്ഥർ സ്വാമികൾ. ഈ ധർമ്മതീർത്ഥർ സ്വാമികൾ എന്ന പേര് മാറ്റുവാൻ പറഞ്ഞ് ഈ അതായത് ക്രിസ്തീയ മതത്തിലോട്ട് ചേർന്നപ്പോൾ അവർ പറഞ്ഞു ഈ പേര് മാറ്റാൻ പറഞ്ഞു. പേര് മാറ്റാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് ഞാൻ മാറ്റില്ല എന്ന് പറഞ്ഞു. നിർബന്ധം പിടിച്ചപ്പോൾ പിന്നെ ജോൺ എന്ന പേര് കൂടി ചേർത്തു. ജോൺ ധർമ്മതീർത്ഥർ സ്വാമികൾ എന്നായി. അങ്ങനെ അദ്ദേഹം കൊല്ലത്ത് പാളയം പള്ളിയിൽ, ഒരു ക്രിസ്ത്യൻ പാളയം പള്ളിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു തിരുമേനി അവിടെ സന്ദർശിക്കുവാൻ വരുന്നുണ്ട്, ഒരു മെത്രോപ്പൊലീത്ത. അപ്പം അദ്ദേഹം വന്ന് സന്ദർശിക്കാൻ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ ജോൺ ധർമ്മതീർത്ഥ സ്വാമികളുടെ മുറിയിൽ നിന്നൊരു മണിയടി ശബ്ദം കേട്ടു. ഈ മണിയടി ശബ്ദം കേട്ടുകൊണ്ട് ഇദ്ദേഹം ആ ജനലിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഈ ജോൺ ധർമ്മതീർത്ഥ സ്വാമികൾ എന്താ എടുക്കുന്നത്, മഹാഗുരുവിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് മാലയൊക്കെ ഇട്ട് പുഷ്പങ്ങൾ ഇട്ടുകൊണ്ട് മഹാഗുരു ഒരു പുഷ്പാഞ്ജലി മന്ത്രം നടത്തുകയാണ്. എന്താണ്? ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ, ഓം മനുഷ്യ വിഗ്രഹായ നമഃ, ഓം സംസാര താപശമനായ നമഃ എന്ന് പറഞ്ഞ് അവിടെ പുഷ്പാഞ്ജലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഈ മെത്രോപ്പൊലീത്ത മിണ്ടാതെ അവിടെ നിന്നു തീരുന്നിടം വരെ. തീർന്നു കഴിഞ്ഞപ്പോൾ അകത്ത് കയറി ചെന്ന് ചോദിച്ചു, അങ്ങ് മതം മാറിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ തിരിച്ചു മറുപടി പറഞ്ഞത്, ഞാൻ മതം മാത്രമേ മാറിയുള്ളൂ, എൻ്റെ ഗുരുവിനെ എനിക്ക് ഒരിക്കലും മാറുവാൻ സാധിക്കില്ല എന്ന്. ആ ജോൺ ധർമ്മതീർത്ഥർ സ്വാമികളാണ് പിന്നീട് ഗുരുദേവ ദർശനങ്ങൾ ഈ ലോകം എങ്ങും പ്രചരിപ്പിച്ച് നടക്കുകയും ഇപ്പോൾ നമ്മൾ ചെമ്പഴന്തി വയൽവാരം വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഇന്ന് സ്വന്തമായിട്ട് നമ്മുടെ ഗുരുവിൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെമ്പഴന്തിയിൽ കാണുവാൻ ചെല്ലാറുണ്ട് ഇല്ലേ? അപ്പോൾ ആ മഹാഗുരു ജനിച്ച ഗൃഹം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ അറിയാറ്. പക്ഷേ മഹാഗുരു ജനിച്ച ഇടം ഇലഞ്ഞിക്കൽ തറവാടായിരുന്നു. വലിയ കൂട്ടുകുടുംബമൊക്കെയുള്ള, അതായത് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമൊക്കെയുള്ള വലിയൊരു കുടുംബത്തിലാണ് മഹാഗുരു ജനിച്ചത്. കൂട്ടുകുടുംബം ആയതുകൊണ്ട് ഇത് പല ഭാഗങ്ങളായിട്ട് തിരിച്ച് ഓരോരുത്തർക്കും കൊടുത്തപ്പോൾ അവരുടെയൊക്കെ ഓരോരുത്തരുടെ ഭാഗങ്ങൾ വിറ്റ് വന്നപ്പോൾ ലാസ്റ്റ് കുട്ടിയമ്മ പ്രസവ ശുശ്രൂഷയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഈ വയൽവാരം വീട് മാത്രം വിൽക്കുന്ന ഒരവസ്ഥയിൽ വന്നു. അതും കുറച്ച് പേരുടെ ഓഹരിയാണ്. അത് പക്ഷെ വിറ്റുപോകുന്ന അവസ്ഥ വന്നപ്പം ഈ പരമേശ്വരമേൻ, അതായത് ജോൺ ധർമ്മതീർത്ഥർ സ്വാമികൾ എന്ത് ചെയ്തെന്നോ, തനിക്ക് തൻ്റെ വീട്ടിന് ഭാഗം വെച്ചപ്പോൾ കിട്ടിയ ഒരു ഭാഗത്തിന് ഒരു 500 രൂപ ശിവഗിരി മഠത്തിന് ഏൽപ്പിച്ച് ഈ വയൽവാരം വീട് സ്വന്തമാക്കുകയാണ് ഉണ്ടായത്. അല്ലെ ഇന്ന് നമ്മൾക്ക് വയൽവാരം വീടും കാണുവാൻ പറ്റുമെന്ന് സംശയമാണ്. കാരണം നമ്മൾ ഈ കൃതി പുസ്തകം എടുക്കുമ്പോഴും വയൽവാരം വീട്ടിൽ ചെല്ലുമ്പോഴും ഒക്കെ നമ്മൾ സ്മരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്, ഒരു സന്യാസി വര്യനാണ് ഈ ജോൺ ധർമ്മതീർത്ഥർ സ്വാമികൾ. തനിക്ക് ഈ മതത്തിൽ നിന്ന് മഹാഗുരുവിനെ പ്രചരിപ്പിക്കുവാൻ സാധിക്കില്ല എന്നൊരു തോന്നലുണ്ടായപ്പോൾ വേറൊരു മതത്തിൽ ചേർന്ന് പേര് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ന് കൃതികൾ നമ്മളുടെ കയ്യിൽ 64ഓളം കൃതികൾ നമ്മളുടെ കയ്യിൽ ഒരു പുസ്തക രൂപത്തിൽ KM കുമാരസ്വാമി സന്യാസി അത് 1941 പ്രസിദ്ധീകരിച്ച് നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഈ ജോൺ ധർമ്മതീർത്ഥ സ്വാമികൾ തൻ്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചതെല്ലാം കൂടി സമാഹരിച്ചാണ് നമ്മളുടെ കയ്യിലെത്തിയത്. ഈ കൃതി പുസ്തകം തുറന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ സ്മരിക്കേണ്ട വ്യക്തിത്വങ്ങളാണ് ഈ ജോൺ ധർമ്മതീർത്ഥർ സ്വാമികൾ, KM കുമാരസ്വാമി സന്യാസി. അദ്ദേഹവും ഇതുപോലെ ഒരു റെയിൽവേയിൽ ഫുഡ് കോർട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ മഹാഗുരു ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്ന് യാത്ര ചെയ്യുവാൻ വേണ്ടി പോകുമ്പോൾ ഗുരുവിൽ ആകർഷനായി ഗുരുവിനോടൊപ്പം ചേരുകയും പിന്നീട് ഗുരുവിൻ്റെ ആ തിരുചരിത്രമൊക്കെ ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളായിട്ടൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ട്. അതുപോലെ ചട്ടമ്പി സ്വാമികൾ മഹാഗുരുവിൻ്റെ ഗുരുവാണെന്നൊക്കെ പറയുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയും ഒക്കെ ചെയ്ത ഒരു സന്യാസി വര്യനാണ് KM കുമാരസ്വാമി സന്യാസി. ഇവരെയൊക്കെ നമ്മൾ സ്മരിക്കണം. പിന്നീട് ഇത് ശിവഗിരി മഠം ഏറ്റെടുക്കുമ്പോൾ നമ്മളുടെ ബ്രഹ്മശ്രീ ഗീതാനന്ദ സ്വാമികൾ, ശ്രീനാരായണ തീർത്ഥർ സ്വാമികൾ, ഇവരെയൊക്കെ നമ്മൾ സ്മരിക്കേണ്ടതാണ്.
ഇവരെയൊക്കെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കണം. കാരണം മഹാഗുരുവിൻ്റെ ഏകലോക ദർശനം എന്താണെന്ന് ഗുരുവിൻ്റെ ആ സന്യസ്തരും ഗൃഹസ്ഥരുമായ ശിഷ്യന്മാരിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും. അപ്പോൾ ഗുരുവിൻ്റെ ഓരോ കൃതികളിലൂടെയും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇവരെയൊക്കെ ഓർക്കണം. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ഓരോ കൃതിയും നമ്മൾ എടുത്തു വെച്ചൊന്ന് പരിശോധിച്ച് എന്താണ് ഗുരു അതിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളൊക്കെ ജീവിക്കേണ്ട, നമ്മൾ ഏതെല്ലാം ജീവിത ചര്യകളിലൂടെ നമ്മളുടെ ജീവിതത്തിൽ ഏതെല്ലാം തലങ്ങളിലൂടെ സഞ്ചരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കും ഓരോ ദേവതാ സങ്കല്പത്തിൽ ഗുരു ഓരോ കൃതികൾ എഴുതി തന്നിട്ടുണ്ട്, ഓരോ ദേവതയിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്, ഇതിലൊക്കെ നമുക്ക് പോയി പ്രാർത്ഥിക്കാമല്ലോ. ഇവിടെയെല്ലാം ഒന്നിച്ചു ചേരുന്നത് എവിടെയാണ്? നമ്മൾ എത്തിച്ചേരുന്നു ഗുരുവെന്ന പരബ്രഹ്മ സ്വരൂപത്തിലോട്ടാണ്. നമ്മളുടെ ഏറ്റവും, അതായത് നമ്മളെല്ലാം വളരെ ലളിതമായി ചൊല്ലുന്ന ദൈവദശകം എന്നൊരു ഒറ്റ കൃതി മതി നമുക്ക് ഗുരുവിനെ മനസ്സിലാക്കുവാൻ, ഗുരുവിൻ്റെ ആ ഏകലോക ദർശനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ. ദൈവമേ എന്ന് തുടങ്ങി സുഖത്തിൽ അവസാനിക്കുന്ന, അതായത് എല്ലാ അറിവാണ് ഈശ്വരൻ എന്ന നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയാണെന്ന് നമ്മൾക്ക് ആ ദൈവദശകം എന്ന ഒരു ഒറ്റകൃതിയിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവിടെ ആദ്യമേ തന്നെ ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതെ ഇങ്ങു ഞങ്ങളെ എന്നാണ് പറയുന്നത്. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് എന്ന് പറയുന്ന ഒരു ഭക്തന് എന്താ പറയുന്നത്, അവൻ്റെ ഇഷ്ടാനുസരണം, അതായത് ജാതിയുടെയോ മതത്തിൻ്റെയോ പേരില്ലാതെ ആർക്കു വേണമെങ്കിലും പ്രാർത്ഥിക്കുവാവുന്ന തരത്തിൽ നമ്മൾക്കൊരു ദൈവദശകം എന്ന കൃതിയിൽ അങ്ങെന്ന് പറയുന്നത് ആരാണ്? ഈശ്വരനാണ്, ഭഗവാനാണ്. ഭഗമുള്ളവൻ, 6 ഗുണങ്ങളോട് കൂടിയവൻ. ആ 6 ഗുണങ്ങളോട് കൂടിയവൻ ഈശ്വരൻ പൂർണ്ണമാകുന്നത് ഭഗവാൻ എന്ന് നമ്മൾ വിളിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. കാരണം ഐശ്വര്യവും കീർത്തിയും സമ്പത്തും ജ്ഞാനവും വൈരാഗ്യവും എല്ലാം ചേർന്ന ഉത്തമ ഗുണമുള്ളവനാണ് ഭഗവാൻ. ആ ഭഗവാനെ നമ്മൾ ദൈവമേ കാത്തുകൊള്ളുക അങ്ങെന്ന് പറയുമ്പോൾ ആ ഭഗവാനെ നമ്മൾ വിളിക്കുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യത്തോടെ വിളിക്കുവാൻ പറഞ്ഞു തന്നു മഹാഗുരു. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ഒന്നൊന്നായി തൊട്ടെണ്ണുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിലുള്ള സകല ആവാസ വ്യവസ്ഥയിലുള്ള സകല ജീവജാലങ്ങളെയും, ജീവനില്ലാത്തതും ജീവനുള്ളതുമായ എല്ലാത്തിനെയും തൊട്ടെണ്ണി എണ്ണി എണ്ണിയാണ് മഹാഗുരു അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒന്നിനെയും മാറ്റി നിർത്തിക്കൊണ്ടല്ല. ഈ പ്രകൃതിയിലെ സകല ജീവജാലങ്ങളെയും നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണെന്നാണ് ഗുരുവിൻ്റെ കൃതികളിലൂടെ ഗുരു നമുക്ക് പഠിപ്പിച്ചു തന്നത്. അത് തന്നെ മഹാഗുരു അദ്വൈത ദീപികയ്ക്കകത്ത് നമ്മളോട് പറയുന്നുണ്ട്. പേരായിരം പ്രതിഭയായിരം ഇങ്ങവറ്റിൽ ആരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം. ഇല്ലേ? ഗുരുവിൻ്റെ കൃതികളിലെല്ലാം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും എല്ലാം ഒന്നിനൊന്നിനൊന്നിന് കണക്റ്റഡ് ആണ്. അതുപോലെ പിന്നീട് പറയുന്നു, അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന മഹിമാവാർന്ന നിൻപദം. അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നത് ആ ഈശ്വരൻ്റെ, ആ ഒരേ ഒരു ഈശ്വരൻ്റെ സൃഷ്ടിയാണ് എന്ന് നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഇത് തന്നെ ആ അദ്വൈത ദീപികയിൽ നമ്മളുടെ ഈശാവാസി ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അതായത് നമ്മളുടെ ഒരു സംസ്കൃത പദ്യം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ഏക ഒരു പദ്യമാണ് ഈശാവാസി ഉപനിഷത്ത്. അതിൽ ആദ്യത്തിൽ എന്താ പറയുന്നത്? ആദ്യ വരികളിൽ എന്താണ് പറയുന്നത്? ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്കമുക്തനായി ആശിക്കരുതാരുടെയും ധനം. ഇല്ലേ? അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന മഹിമാവാണെന്ന് പറയുന്നത് അതേ ഈശോവാസി ഉപനിഷത്തിൽ നമ്മളോട് പറയുന്നു, ഈ ഈശൻ, ഈ ജഗത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരനാണ്. അതുകൊണ്ട് നമ്മളെന്നുള്ളൊരു ചിന്ത മാറ്റി എല്ലാവരും ഒന്നാണെന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. അവിടെ നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല നമ്മളെന്ന് നമ്മളെ മനസ്സിലായി. ആരുടെയും ധനം ആശിക്കരുതെന്നാണ് പറഞ്ഞത്. നമുക്കൊക്കെ ഉള്ളത് നമ്മളുടെ ഇട്ടാവട്ടത്തിൽ വെട്ട് കറങ്ങാതെ ഈ സമൂഹത്തിലേക്ക്, നമ്മളുടെ വീട്ടകലിൽ നിന്ന് സമൂഹത്തിലേക്കും, സമൂഹത്തിൽ നിന്ന് രാജ്യത്തിലേക്കും, രാജ്യത്തിൽ നിന്ന് ലോകത്തിലേക്കും നമ്മളുടെ അരുളും അൻപും അനുകമ്പയും ഒക്കെ പോകണമെന്നാണ് മഹാഗുരു പറഞ്ഞത്. ആ മഹാഗുരുവിനെ നമ്മൾ പഠിക്കണം. ആ മഹാഗുരു എന്താണ് നമുക്ക് തന്നൊരു ദർശനം എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. അതായത് ഗുരു പറയുന്നുണ്ട്, വാസസ്സു തന്തുവിതു പഞ്ഞിദാദിമൂല ഭൂതപ്രഘാതമിതുമോർക്കുകിലിപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്ന മരുസലത്തു പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. ഗുരു എന്താ പറഞ്ഞത്? വാസസ്സു തന്തുവിതു പഞ്ഞിദാദിമൂല. അതായത് നമ്മളൊക്കെ ഈ വസ്ത്രം ധരിക്കുന്നുണ്ട്. ഈ വസ്ത്രം എവിടെ നിന്നുണ്ടായതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഈ വസ്ത്രം എവിടെ നിന്നാണ്? നമുക്ക് ഒരു നൂലിൽ നിന്നാണ് ഈ വസ്ത്രം ഉണ്ടായത്, അല്ലേ? ഈ നൂല് എവിടെ നിന്നാണ്? പഞ്ഞിയിൽ നിന്നാണ്. ഈ പഞ്ഞി എവിടെ നിന്നാണ്? ഒരു മരത്തിൽ നിന്നാണ്. ഈ മരം എവിടെയാണ് നിൽക്കുന്നത്? നമ്മളുടെ ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ നിന്ന് ഇത് വളർന്നു വരണമെങ്കിൽ എന്ത് വേണം? പഞ്ചഭൂതങ്ങൾ വേണം. ഈ പഞ്ചഭൂതങ്ങൾ എണ്ണിയാൽ ഒടങ്ങാത്ത, അതായത് നമ്മൾക്ക് അവിടെ എന്താണെന്ന് അറിയുവാൻ സാധിക്കുന്നുണ്ടോ? ആ പഞ്ചഭൂതങ്ങൾ എങ്ങനെയാണ് നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത് നമുക്കറിയുമോ? ഓരോ സൃഷ്ടിയെ നമ്മൾ ചിന്തിച്ചു നോക്കിയേ. ഭഗവാൻ ഇത് തന്നെയല്ലേ ഓരോ കൃതികളിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്നത്. 1931 തോമസ് ആൽവാ എഡിസൺ തൻ്റെ മരണത്തിനു മുമ്പിൽ എഴുതി വെച്ചു, ഞാൻ വിചാരിച്ചു ഈ പ്രപഞ്ചം പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന്.
പക്ഷേ ഞാൻ കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചിട്ടും എനിക്ക് കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. ഇതിലൊരു നിഗൂഢതയുണ്ട്, ഒരു ബോധമുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം 1955 നോബൽ സമ്മാന ജേതാവായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം എനിക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും, ഈ പ്രപഞ്ചം എന്താണെന്ന് അറിയുവാൻ സാധിക്കുമെന്ന്. പക്ഷേ അദ്ദേഹവും പറഞ്ഞു, എനിക്കിതുവരെ കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല, എനിക്കിതിലൊരു നിഗൂഢതയുണ്ടെന്ന്. പിന്നീട് 2012 ജൂൺ 4 ഈ ലോകത്തുള്ള 10,000-കണക്കിന് ശാസ്ത്രജ്ഞന്മാർ ഒന്നിച്ചിരുന്ന് ശ്രമിച്ചു. 1400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം ഒരു വിസ്ഫോടനം ഉണ്ടായി അതിന്റെ സൃഷ്ടി രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞു ദൈവഗണമാണെന്ന്. ഒന്ന് ഓർത്തു നോക്കിയേ, ഗുരു 1897 തന്റെ കൃതിയിൽ അദ്വൈത ദീപികയ്ക്കകത്ത് പറഞ്ഞു, ഇത് പരമാവധി ബോധം അത്രേന്ന്. അതായത് വാസസ്സു തന്തുവിതു പഞ്ഞി ഇതാദിമൂല ഭൂതപ്രഘാതം ഇതു മോർക്കുകിൽ ഇപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്ത് പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ശക്തി നമ്മളെല്ലാവരെയും ഈ ഭൂമിയിലോട്ട് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈശ്വരനാണെന്നുള്ള സത്യം നമ്മളെ തിരിച്ചറിയുവാൻ വേണ്ടി ഈ ജീവിതത്തിൽ നമ്മളെല്ലാവരോടും അരുളും അൻപും കരുണയും ഉള്ളവരായിട്ട്, അരുളുള്ളവനാണ് ജീവി എന്ന ആ നവാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ട് അങ്ങനെ നമ്മൾ കൽപ്പിച്ച പോലെ വരുമെന്ന് നിലച്ചു കണ്ടിട്ട് അർപ്പിക്കുവാൻ നമ്മളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലും ആ സമഭാവനയോടും സമബുദ്ധിയോടും സമഭക്തിയോടുകൂടി നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണമെന്ന് ആ മഹാഗുരു നമുക്ക് കാണിച്ചു തന്ന ആ ദർശനത്തിൽ ഓരോന്നിലും നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. എന്തായാലും ഇനിയൊരു നിങ്ങൾ വലിയ ഒരു എന്താ പറയുന്നത് തിരുവാതിര കളിയൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഇന്നലെയും കുറേ സമയം ലേറ്റായിട്ട് തിരുവാതിര കളിയൊക്കെ തുടങ്ങുവാൻ നടത്തുവാൻ സാധിച്ചതെന്നറിഞ്ഞു. ഞാൻ വെറുതെ ഇനി കുറച്ച് സമയം കൂടെ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അതിനുശേഷം തിരുവാതിരകളെയൊക്കെ കാണേണ്ടത് കൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ ഉദ്യമം ഇവിടെ നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇത്രയും നേരം അപ്പോൾ മഹാഗുരുവിൻ്റെ ദർശനം ഒരു ചെറിയ തരത്തിലെങ്കിലും നിങ്ങളുടെ മനസ്സിലോട്ട് എത്തിക്കുവാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവിൻ്റെ ഏകലോക ദർശനം എന്ന ആ ഒരു വിഷയം പറഞ്ഞപ്പോൾ എനിക്ക് ഗുരുവിനെക്കുറിച്ച് അറിഞ്ഞതും പഠിച്ചതുമൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന വലിയൊരു ആഗ്രഹമുണ്ട് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിൽ നിന്ന് തന്നെ അധികരിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കാറില്ല. എത്രത്തോളം എനിക്ക് ഗുരുവിനെക്കുറിച്ച് അറിഞ്ഞ് അത്രത്തോളം എനിക്ക് മറ്റുള്ളവരിലേക്കൊന്ന് അറിയിക്കുക എത്രയും വേഗം എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ പല വഴിക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പലർക്കും ബുദ്ധിമുട്ടായോ എന്നെനിക്കൊരു സംശയമുണ്ട്. എങ്കിലും ഇതാണ് എൻ്റെ ഒരു പ്രഭാഷണ ശൈലി. ഒരുപക്ഷെ എനിക്ക് പഠിക്കുവാൻ സാധിച്ചത് കുറച്ച് നാളുകളെ ആയുള്ളൂ. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ പ്രപഞ്ചത്തിലുള്ള ഈ ലോകത്തുള്ള മുഴുവൻ മരങ്ങളെടുത്ത് പേനയുണ്ടാക്കിയാലും ഈ ജലാശയങ്ങളിലെ ജലം മുഴുവൻ എടുത്ത് മഷിയുണ്ടാക്കിയാലും ഗുരുചരിതം എഴുതിയും പറഞ്ഞും ഒന്നും തീരില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പെങ്കിലും ഒന്ന് തുടങ്ങേണ്ടതായിരുന്നു മഹാഗുരുവിൻ്റെ തിരുചരിതം പഠിക്കുവാനെന്ന് ഇപ്പോൾ ആഗ്രഹമുണ്ട്. നീ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ ഈ ജീവിതം കൊണ്ടൊന്നും ഗുരുവിനെ പഠിച്ച് നമ്മൾ തീരില്ല. നമ്മളുടെ ഏത് തലങ്ങളിൽ തൊട്ടാലും മഹാഗുരുവിൻ്റെ ആ ഏകലോക ദർശനമാണ്. നമ്മളെ എല്ലാവരും ആത്മസഹോദരരായിട്ട് കാണുക എന്ന വലിയൊരു ലക്ഷ്യമാണ് ഗുരു മുന്നിൽ കണ്ടത്. അതിലൂടെ നമുക്ക് എല്ലാവർക്കും കടന്നു പോകുവാൻ സാധിക്കണം. ഇന്നത്തെ തലമുറകളൊക്കെ വഴിതെറ്റി പോകുന്ന ഒരവസ്ഥയിലോട്ട് നമ്മൾ പത്രത്താളുകൾ എടുത്തു വെച്ച് നോക്കിയാൽ വളരെ സങ്കടത്തോടെയാണ് നമ്മളുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകരുതേ എന്നൊരു പ്രാർത്ഥനയാണ് നമുക്ക് നമ്മളുടെ പത്രം എടുത്തു വെച്ച് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. കാരണം എന്താണ്, നമ്മളുടെ ഇന്ന് നമുക്കറിയാം മഹാഗുരു 1920 പറഞ്ഞൊരു സന്ദേശമുണ്ട്, മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുതെന്ന്. ആ സന്ദേശം അന്ന് മഹാഗുരു പറയുമ്പോൾ അന്ന് നമ്മളുടെ ഒരു ലഹരീയ പാനീയം എന്ന് പറയുന്നത് കള്ള് മാത്രമാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താണ്? അന്ന് കള്ളെന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ വരുമാനം, അതായത് ചെത്തെന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ വരുമാന മാർഗമാണ്. പക്ഷേ ആ കുടുംബത്തിന്റെ വരുമാന മാർഗമാണെന്ന് അറിഞ്ഞിട്ടും ഒരു കുടുംബത്തെ നശിപ്പിക്കും, ഒരു സമൂഹത്തെ നശിപ്പിക്കുമെന്ന് മഹാഗുരുവിന് നല്ലൊരു ദീർഘവീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരു എന്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സന്ദേശം പറഞ്ഞു. പക്ഷെ അത് ഈ കാലത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. കാരണം ഇന്ന് കള്ളെന്ന് പറയുന്ന സ്ഥാനത്ത് എന്തൊക്കെ ലഹരീയ പാനീയങ്ങളാണ്, വിദേശ മദ്യം, കഞ്ചാവ്, മയക്കുമരുന്ന്, MDM പോലുള്ള ആ മാരകമായ വിഷവസ്തുവിന്റെ മുമ്പിൽ സർക്കാർ പോലും മുട്ടുകുത്തി നിൽക്കുകയാണ്. ഇന്ന് നമുക്കറിയാം നമ്മളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഹോസ്റ്റലുകളിലും കോളേജുകളിലും ഒക്കെ കെമിക്കൽ സെൻസറുകൾ സ്ഥാപിക്കുകയാണ്. AI ക്യാമറ സംവിധാനം രാജ്യത്ത് ആദ്യമായി നിലവിൽ വന്നു.
ഒന്ന് ഓർക്കണം, ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് സർക്കാർ ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നത് നമ്മൾ പൊന്നോമകളായിട്ട് ചേർത്ത് പിടിച്ച് നമ്മൾ വളർത്തേണ്ട, നമ്മൾ മാതൃക കാട്ടിക്കൊടുക്കേണ്ട നമ്മളുടെ മക്കളാണ് വഴിതെറ്റി പോയിട്ട് ഇങ്ങനെയുള്ള ക്യാമറകൾ സ്ഥാപിക്കേണ്ടി വന്നത്. എന്തിനു വേണ്ടിയാണ്? വ്യവസായശാലകളിൽ രാസചോർച്ച കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ സെൻസറുകൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഹോസ്റ്റലുകളിലും കോളേജുകളിലും സ്ഥാപിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്കും അതിനകത്ത് പ്രതിബദ്ധതയില്ലേ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വീടൊരു മാതൃകാ പാഠശാലയായിട്ട് മാറ്റിക്കൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് ശ്രീനാരായണ ധർമ്മം പഠിപ്പിച്ച് ഗുരുദേവ ദർശനം പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാഞ്ഞിട്ടല്ലേ എന്ന് ഒരു ചോദ്യം നമ്മൾ തിരിച്ചു ചോദിക്കണം. നമ്മൾ ഇന്ന് സമ്പത്തിന് വേണ്ടി, ധനത്തിന് വേണ്ടിയും നമ്മളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയും പറന്നു നടക്കുമ്പോൾ നമ്മളുടെ തലമുറയെ നമ്മൾ ചേർത്ത് പിടിക്കണം, അവരെ സ്നേഹം കൊടുക്കണം, അവർക്ക് വേണ്ടത് എന്താ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ നേരാം വഴിക്ക് നടത്തണം. അതിനുവേണ്ടി മഹാകവി കുമാരനാശാൻ പാടി വെച്ചതുപോലെ നമിക്കുവിൻ സഹചരെ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ, ഗുരുവര്യൻ ലഭിക്കുമോ കുലത്തിന് ഇതുപോലെ, ഗുരുഭക്തി ഇല്ലാതാർക്കും കുശലമാമോ. നമുക്ക് അറിഞ്ഞ് സ്വായത്തമാക്കുവാൻ സ്വന്തമായിട്ട് കിട്ടിയ മഹാനിധിയാണ് ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവൻ. ആ മഹാദേവനെ അറിഞ്ഞ് ആചരിച്ച് സ്വായത്തമാക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. നമുക്കിനി ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം. ഇനി ഒരു യുദ്ധം നമ്മളുടെ രാജ്യത്തുണ്ടാവരുത് എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന ഓരോരുത്തർക്കും ഏറെ ബഹുമാനായ ഈ മാന്നാർ യൂണിയൻ്റെ ഏറെ നിങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ അനിൽ ടി ശ്രീരംഗം സാറ്, അതുപോലെ തന്നെ ഇതിൻ്റെ ജോയിന്റ് കൺവീനർ, ചെയർമാൻ, ശാഖായോഗത്തിൻ്റെ ബഹുമാനീയരായ പ്രവർത്തകർ, മേഖലയുടെ അതുപോലെ വനിതാ സംഘം, യൂത്ത് മൂവ്മെൻറ്റ്, മറ്റിതര സംഘടനകളുടെ പ്രവർത്തകർ, അതുപോലെ ഇന്നിവിടെ ഇത്രയും നേരം എല്ലാ തിരക്കുകളും മാറ്റി എന്നെ ശ്രവിച്ച ഓരോരുത്തർക്കും ഭഗവാന്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും സന്തോഷവും എല്ലാം അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്തേ, ഗുരുധർമ്മം ജയിക്കട്ടെ.